أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ ഒരിടത്തും അവ്യക്തമാക്കിയിട്ടില്ല. അത് വ്യക്തതയില്ലാത്തൊരു രീതി ദീനുൽ ഇസ്ലാമിനുണ്ടായിട്ടില്ല ഒരു കാലത്തും. മനുഷ്യന്റെ പഴയ കാലം പുതിയ കാലം എന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിലും ദീനുൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പഴമത്തരം അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടില്ല. 10,000 കൊല്ലം മുമ്പ് എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും ദീനുൽ ഇസ്ലാമിന്റെ ആദർശഭാഗം. അനുഷ്ഠാനങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ശരീഅത്തിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് നിശ്ചയിച്ചു കൊടുത്ത ശരീഅത്തായിരുന്നില്ല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മനുഷ്യ ചരിത്രത്തിന്റെ ശൈശവഘട്ടമാണ്. കുട്ടിപ്രായത്തിൽ വലിയ വലിയ നിയമങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റുകയില്ല. ഒരു ജനിച്ചിട്ട് 5 വയസ്സ് വരെയുള്ള കാലഘട്ടം ശൈശവഘട്ടം. അതേപോലെയാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം. പക്ഷെ അന്നും ആദർശത്തിന് യുവത്വമാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തും 3000 കൊല്ലം കഴിഞ്ഞിട്ട് നൂഹ് നബിന്റെ കാലത്തും അത് കഴിഞ്ഞിട്ടൊരു 2000 കൊല്ലം കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബിന്റെ കാലത്തും അത് കഴിഞ്ഞിട്ടൊരു 4000 കൊല്ലം കഴിഞ്ഞിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2000 കൊല്ലം കഴിഞ്ഞിട്ട് മൂസ നബിന്റെ കാലത്തും അത് കഴിഞ്ഞിട്ട് 1000 കൊല്ലം കഴിഞ്ഞിട്ട് ഈസ നബിന്റെ കാലത്ത് അത് കഴിഞ്ഞിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ട് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കാലത്ത് ഈ കാലഘട്ടങ്ങളിലൊന്നും ആദർശത്തിന് ഒരു തരത്തിലുള്ള ശൈശവത്വമോ വാർദ്ധക്യമോ പ്രാപിച്ചിട്ടില്ല. എല്ലാ കാലഘട്ടത്തിലും ആദർശത്തിന്റെ ആരോഗ്യം, ആദർശത്തിന്റെ ചരിത്രം യുവത്വത്തിന്റെ ചരിത്രമാണ്. നിഷേധിക്കാൻ ഒക്കുമാർക്കെങ്കിലും ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള കാലഘട്ടത്തിൽ ഈമാനിന്റെ കാര്യം ശൈശവഘട്ടമാണെന്ന് പറയാൻ പറ്റുമോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ അഷ്റഫുൽ ഖൽക്കിന്റെ കാലം വരെയുള്ള കാലഘട്ടത്തിന് ഈമാനിന്റെ കാര്യം അതിന്റെ ബാല്യഘട്ടമാണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ അതിന്റെ വാർദ്ധക്യത്തിലാണ്, കൊണ്ട് പല്ലെല്ലാം കൊഴിഞ്ഞ് ഈമാനിന് വലിയ ആരോഗ്യമൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ചർച്ച ചെയ്ത് ദീനുൽ ഇസ്ലാം ഈമാനിന്റെ കാര്യം അഅമാലിന് തുല്യമാക്കി മാറ്റി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം വന്നപ്പോഴേക്കും ആ ശരീഅത്തിന് മാറ്റങ്ങൾ ഉണ്ടായില്ലേ? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആങ്ങളെയും പെങ്ങളും തമ്മിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഫിഖിന്റെ ഉലമാക്കൾ പറഞ്ഞതിൽ ഈ കസ്റത്തിൻ നസ്ലീന
അതിൻ്റെ പിന്നെ ആൺമല്ലേ അതിൻ്റെ പിന്നെ മോളല്ലേ കെട്ടണത്. അത് വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ഇതെന്തൊരു ഇസ്ലാമാണ്, ആങ്ങളെയും പെങ്ങളെയും കെട്ടുന്ന ഇസ്ലാം എന്ന് പറയാൻ തുടങ്ങിയാൽ അന്നാ ശരീഅത്തിന് അനുമതി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ നിയമത്തെ നിർമ്മിക്കാനുള്ള അധികാരം അല്ലാഹു തആലക്കാണ്. അല്ലാഹ് നിർമ്മിച്ച നിയമത്തെ അംഗീകരിച്ചു കൊടുക്കുക, അതിന് ചോദ്യം ചെയ്യാൻ മഖ്ലൂക്കിനായിരിക്കണം അവകാശം. ഒരു കമ്പനി ഒരു സാധനം ഉണ്ടാക്കിയാൽ ആ കമ്പനിക്കല്ലേ അവകാശം അതിൻ്റെ പാർട്സ് ചെയ്യിക്കാൻ. ഇന്ന് കമ്പനിൻ്റെ കാറ്, മാരുതി കമ്പനിൻ്റെ കാറ് മാരുതി കമ്പനിയല്ലേ അതിൻ്റെ പാർട്സ് തീരുമാനിക്കേണ്ടത്. മാരുതി കമ്പനിൻ്റെ കാറിന് കൊണ്ട് പോയിട്ട് ടാറ്റ കമ്പനിൻ്റെ സാധനം ഇട്ട ഭാഗമാവുമോ? അത് ദുനിയാവിൻ്റെ സാദാ സീതാ ഉദാഹരണമല്ലേ അത്. ഏതൊരു കമ്പനിയാണോ സാധനത്തിൻ്റെ കാറ്റലോഗ് ആ കമ്പനിയല്ലേ ഇറക്കേണ്ടത്. മാരുതി കമ്പനിക്ക് വേണ്ടിയിട്ട് കാറ്റലോഗ് ടാറ്റക്കാരൻ ഇറക്കിയ ഇതാണ് കേട്ടോ മാരുതി കമ്പനി എന്ന് പറഞ്ഞിട്ട്. അല്ലാഹ് നിർമ്മിച്ച് വിട്ടിരിക്കുന്ന സൃഷ്ടികളുടെ കാര്യത്തിൽ നിയമം ഉണ്ടാക്കാനുള്ള അവകാശം അല്ലാഹ്ക്കല്ലേ കൂട്ടരെ. മനുഷ്യനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യത്തിലും നിയമനിർമ്മാണാധികാരം. അത് ന്യായം അന്യായം എന്ന് പറയൽ എങ്ങനെയാണ്? ഈ ന്യായം അന്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ നിർമ്മിച്ച നിയമം മറ്റൊരാളുടെ മേൽ നടപ്പിലാക്കുന്ന രീതി മാറുമ്പോഴാണ് ന്യായം അന്യായം എന്ന് പറയുന്നത്. ഇത് നിയമം നിർമ്മിക്കുന്നതും അള്ളാഹു നടപ്പിലാക്കുന്നതും അള്ളാഹു. പിന്നെ അവിടെ ന്യായം അന്യായം എന്നുള്ള വ്യത്യാസം വരുന്നില്ലല്ലോ. അത് 100% ന്യായമാണ്. ഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 25-ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള ഖദീജ ബിബിനെ വിവാഹം കഴിച്ചു. ചില സയൻസ് റിസൂലക്കാർക്ക് ദഹിക്കുന്നില്ല, മറ്റുള്ളവർക്ക് ദഹിക്കാത്ത പോട്ടെ. കമ്മ്യൂണിസ്റ്റുകൾക്കും ഫാസിസ്റ്റുകൾക്കും ചിലപ്പോൾ മറ്റുള്ളവർക്കും ദഹിച്ചെന്ന് വരില്ല, പോട്ടെ. അവരെ ദഹിപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഈ സയൻസ് റിസൂലക്കാർക്ക് ദഹിക്കുന്നില്ല, അതുകൊണ്ട് എന്താക്കി ഖദീജ ബിബിന്റെ പ്രായം കുറച്ചിട്ട് 25 തീർത്ത്. അതിനാ ഖദീജ ബിബിന്റെ പ്രായം കുറക്കുന്നത്? 40 വയസ്സുള്ള പെണ്ണുങ്ങൾക്ക് എന്താ കുഴപ്പം? അത് പെണ്ണുങ്ങളോട് കാണിക്കുന്ന മര്യാദകേടല്ലേ. ഇവർക്ക് എന്ത് മര്യാദ? ഇവരെന്ത് അത് വലിയ മര്യാദകേട്. ഇവര് പറഞ്ഞ മര്യാദകേടൊന്നുമല്ല, നമ്മളാരെങ്കിലും പറഞ്ഞത് മര്യാദകേട്. 40 വയസ്സുള്ള പെണ്ണിനെ അപഹേളിച്ചു എന്ന് പറയും. നിങ്ങൾ പറഞ്ഞാലോ, ഇവര് 40 വയസ്സുള്ള പെണ്ണുങ്ങളെ അപഹേളിച്ചാലോ അത് മാന്യത, അങ്ങനെ അന്തസ്. ഖദീജ റളിയല്ലാഹു തആല അൻഹാക്ക് 40 വയസ്സ്. ആ ഖദീജ ബിബിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് അഷ്റഫുൽ ഖൽക്കിന് ഖദീജ ബിബിനെ വിവാഹം കഴിക്കാൻ തീരുമാനം എടുക്കുന്നത്. അപ്പൊ ഖദീജ ബിബി എങ്ങനെയുള്ള ആളാണെന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്, ഞാൻ നിങ്ങളും അല്ല. ആ ഖദീജനെ കെട്ടേണ്ട അഷ്റഫുൽ ഖൽക്ക് അത് ആരായിരിക്കണം തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. ഖദീജക്ക് 40 വയസ്സുള്ള ഖദീജനെ 15 വയസ്സിന്റെ ഖദറാക്കാനും അല്ല കഴിവുള്ളവനാണ്. 25 വയസ്സുള്ള അഷ്റഫുൽ ഖൽക്കിനെ 40 വയസ്സുള്ള ഖദറാക്കാനും അല്ല കഴിവുള്ളവനല്ലേ. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വയസ്സ് കുറിച്ച് കൊടുത്തില്ല അല്ലാഹു തആല. വദ്കുറു അബ്ദനാ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ് ഉർകുൽ ബിരിജ്ലിക ഹാദാ മുഗ്തസലും ബാരിദും വശറാബ് വവഹബിനാ ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും. എന്താണ് തഫ്സീർ? അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുത്തു. 4 ഭാര്യമാരുണ്ടതിന് പകരം 8 കൊടുത്തു. അതെങ്ങനെ 8? അള്ളാഹു അല്ല തീരുമാനിക്കേണ്ടത് 8 or 4 എന്ന്. ഇവനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അള്ളാഹു അവന്റെ അടിമക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കുക അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിച്ചവർക്കാണ് കൂട്ടരെ ഇതെല്ലാം. അള്ളാഹിനെ റബ്ബാണെന്ന് അംഗീകരിക്കാത്തവൻ എന്തിനാണ് ഇസ്ലാമിന്റെ ശരീഅത്ത് പറയാൻ മെനക്കെടുന്നത്? അള്ളാഹു ആണ് റബ്ബു എന്ന് അംഗീകരിക്കുന്നവർക്കാണ് ഇസ്ലാമിക ശരീഅത്തും ഇസ്ലാമിക് ലോ, ശരീഅത്ത് ലോ, പേഴ്സണൽ ലോ ഇതൊക്കെ ബാധകമാകുന്നത്. അള്ളാഹിനെ റബ്ബാണെന്ന് അംഗീകരിക്കും. ഖാലു റബ്ബുനല്ല. അള്ളാഹിനെ റബ്ബാണെന്ന് അംഗീകരിക്കാത്ത ശരീഅത്തിനെ പറ്റി മിണ്ടാൻ പാടില്ല. ഓനിക്ക് എന്താണ് മിണ്ടാൻ അധികാരം? ഓന്റെ സ്വന്തം നിയമവും ഓന്റെ നാടൻ ഭാഷ എങ്ങനെ ഉപയോഗിക്കേണ്ടി ഇരുന്നിട്ട് അവന്റെ ഉപയോഗിക്കുന്നില്ല. അത് നോക്കിയാൽ മതി. ശരീഅത്ത് അള്ളാഹുവിന്റെ മിൽക്കിലാണ്. ശരീഅത്തിന്റെ ശാരി അള്ളാഹുവാണ്. അള്ളാഹു ആരിന്റെ മേലാണ് നിയമം ഉണ്ടാക്കുന്നത്? അവൻ സൃഷ്ടിച്ചു വിട്ട സൃഷ്ടികളുടെ മേലാണ്. അപ്പൊ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ച അത് ആർക്ക്? ഈ മോഡേൺ സയൻസ് റിസൂല ഇവർക്ക് മോഡേണിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ മോഡേൺ സയൻസുകാർക്കോ മോഡേൺ ഹിസ്റ്ററിക്കാർക്കോ സയൻസ് കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും അതിൽ വലിയ പരാതിയൊന്നുമില്ല. അങ്ങനെ 25 വയസ്സുള്ള റസൂല ഖദീജാബിനെ കെട്ടിയ പരാതിയില്ല. പരാതി സയൻസ് റസൂലക്കാർക്കാ. നമ്മൾ നബിയെ പറ്റി ഇവരെന്താ വിചാരിച്ചു പോവുക? തൊണ്ടിനെ കെട്ടിന്ന് വിചാരിച്ചു പോകില്ലേ? എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്തൊരു വിഡ്ഢിത്തമാണ് ഈ സയൻസ് റസൂലക്കാർ പറയുന്നത്. റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ. ആ മുഹമ്മദിനെ കൊണ്ട് കെട്ടിച്ചത് അള്ളാഹുവാണ്. ഇനി ഞാൻ ചോദിക്കുന്നത്, ഖദീജ ബിബി ഏത് മതക്കാരിയാണ്? ദീനുൽ ഇസ്ലാമിലേക്ക് വന്ന ആദ്യത്തെ സ്ത്രീ ഖദീജ റളിയല്ലാഹു അൻഹയല്ലേ? ഏത് മതത്തിൽ നിന്നാ വന്നത്?
നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഹിന്ദു മതത്തിൽ നിന്നാണ് ഖദീജ ബി ഇസ്ലാമിലേക്ക് വന്നതെന്ന് പറയാൻ? അപ്പോൾ ഒരു ഹിന്ദു പെണ്ണിനെയാണ് അഷ്റഫുൽ കെട്ടിയതെന്നാ? ക്രിസ്തു മതത്തിൽ നിന്നാണ് ഖദീജ ബി ഇസ്ലാമിലേക്ക് വന്നതെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഒരു ക്രിസ്ത്യാനിച്ചി പെണ്ണിനെയാണ് അള്ളാഹു റസൂൽ കെട്ടിയത്. ജൂതമതത്തിൽ നിന്നാണ് ഖദീജ ബി ഇസ്ലാമിലേക്ക് വന്നതെന്ന് പറയുന്നത്. ഖദീജ റളിയല്ലാഹു തആല അൻഹ മുസ്ലിമാണ്. അന്ന് വറഖത്ത് ബിൻ നൗഫലിനെ പോലെയുള്ള പാരമ്പര്യ മുസ്ലിമീങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ പഠിച്ച സ്ത്രീയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽക്കിന് വരുന്ന പ്രശ്നങ്ങൾ ഖദീജ പരിഹരിച്ചത്. അഷ്റഫുൽ ഖൽക്കിന് വന്ന പ്രശ്നങ്ങൾ ഖദീജ പരിഗണിച്ചത്. ഖദീജ ഇബ്രാഹിമി മില്ലത്തനുസരിച്ചുള്ള മുസ്ലിമാണ്. ആ ഇസ്ലാമിൽ നിന്ന് വികലമാക്കപ്പെട്ടു. മൗലാനമാരും ഷെയ്ഖുനമാരും കൊളാക്കി ആ ദീനുൽ ഇസ്ലാം മാറ്റിയിട്ട്, അതായത് കൊളാക്കിയ ഷെയ്ഖുനമാരുടെ, പണ്ഡിതന്മാരുടെ, മൗലാനമാരുടെ അവരുണ്ടാക്കിയ ദീൻ വിട്ടിട്ട് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുമ്പോഴത്തെ ദീൻ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതല്ലേ ഖദീജ ബിന്റെ ഷഹാദ? അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഖദീജ വിവര മതത്തുനിന്ന് വന്നതാണെന്ന്. ഇവിടുത്തെ ഷീഈ മൊല്ലമാര് പറയും പോലെ. ഖദീജ റളിയല്ലാഹു തആല അൻഹ വറഖത്ത് ബിൻ നൗഫൽ ആരായിരുന്നു? മുസ്ലിം ആയിരുന്നില്ലേ? വറഖത്ത് ബിൻ നൗഫൽ പാരമ്പര്യം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീഅത്തനുസരിച്ച് ജീവിച്ച ഹുനഫാക്കളിൽ പെട്ട ആളല്ലേ? ആരാണ് ഈ ഹുനഫാക്കൾ എന്ന് പറഞ്ഞാൽ? ഈ ഷിയാക്കൾ, അതായത് ജാറത്തിന്റെ ആൾക്കാർ പറയുന്നത് കേട്ടാൽ വിചാരിക്കും അന്ന് ഇസ്ലാം പൊടി തട്ടിയിട്ട് പോലും ഒന്നുമില്ല, എല്ലാം ഹിന്ദുക്കളെ പോലത്തെ ആൾക്കാരാണ്. അങ്ങനെ തന്നെ ഇവർ പ്രസംഗിച്ചോണ്ട് നടന്നത് അല്ലേ? ഹിന്ദുക്കളെ പോലെയായിരുന്നു അന്ന് ഖുറൈശികള്. അവരെ റസൂല വന്നിട്ടാണ് ഇസ്ലാം എന്താന്ന് പഠിപ്പിച്ചതെന്നല്ലേ ഇവർ ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന? അങ്ങനെയല്ലേ? ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കുടുംബക്കാരും നാട്ടുകാരും? എങ്കിൽ വറഖത്ത് ബിൻ നൗഫൽ. ഞാൻ ചോദിക്കട്ടെ, വേറെ പിടിച്ചു ചോദിക്കട്ടെ, സെയ്ദ് ബിൻ അംർ ഏത് മതക്കാരനാണ്? റസൂലുള്ളാഹി തങ്ങൾ സ്വർഗത്തിലാന്ന് പറഞ്ഞ ആളാ സെയ്ദ് ബിൻ അംർ. അഷ്റഫുൽക്ക് വരുന്നതിന് മുമ്പ് തന്നെ മൂപ്പര് കാലിയാക്കി, ദുനിയാവ് കാലിയാക്കിയാണ്. ആ സെയ്ദ് ബിൻ അംറിനെ സംബന്ധിച്ച് ലബീദില്ലേ, ലബീദ് കവി ലബീദിനെ സംബന്ധിച്ച് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? അവരൊക്കെ സ്വർഗത്തിൽ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിട്ടില്ല പിന്നെ ഉനഫാക്കളെ കൂട്ടത്തിൽ? ഞാൻ സ്വർഗത്തിൽ തൂബാ മരത്തിന്റെ ചോട്ടിൽ മൂപ്പരെ കണ്ടു എന്ന് പറഞ്ഞില്ലേ ഒരാളെ സംബന്ധിച്ച്? ഈ സെയ്ദ് ബിൻ അംറിനെ സംബന്ധിച്ച് തൂബാ മരത്തിന്റെ ചോട്ടിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടു. റസൂലുള്ളാഹി തങ്ങൾ നബിയായി വരുന്നതിന് മുമ്പേ മരിച്ച ആളല്ലേ, അപ്പൊ ഇങ്ങനെ തൂബാ മരത്തിന്റെ ചോട്ടിലെത്തിയത് സ്വർഗത്തില്? അപ്പൊ പ്യൂർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അതെന്താ കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഇബ്രാഹിം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള ഉമ്മത്തിൽ ദീനുൽ ഇസ്ലാമിനെ കളഞ്ഞിട്ടില്ല. അതിന് തെളിവ് എന്താണ്? വഇദ് ഖാല ഇബ്രാഹിമു ലിഖൗമിഹി ഇന്നി ബറഅ്തു മിമ്മാ തഅബുദൂൻ. ആയത്ത് വഇദ് ഖാല ഇബ്രാഹിമു ഇന്നി ബറാഉം മിമ്മാ തഅബുദൂൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പാനോടും ആ കൗമിനോടും പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്ന ഇബാദത്തിന്റെ രീതിയിൽ നിന്ന് പൂർണ്ണമായി ഞാൻ ഒഴിവാണ്, എനിക്കിത് ശരിയാവൂല. നിങ്ങൾ മിക്സ് ചെയ്തു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് കിട്ടിയ പാരമ്പര്യ ദീനുൽ ഇസ്ലാം അല്ല നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങളെല്ലാം കൂടി ശൈഖുനമാരെ കൊണ്ടും മൗലാനക്കാരെ കൊണ്ടും രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാം മിക്സ് ചെയ്തു. ഇതൊന്നും എനിക്ക് ശരിയാവൂല വാപ്പ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് അതിന്റെ പുറം ആയത്തിന്റെ പെട്ടെന്ന് പറ, ഇല്ലല്ലദീ ഫതറനി, ഞാൻ അംഗീകരിക്കുന്നത് എൻ്റെ അള്ളാഹുവിനെ മാത്രം. ഇല്ലായ്മയിൽ നിന്ന് സകലതിനെയും ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് എന്നെ ഉണ്ടാക്കിയ ആ അള്ളാഹുവിനെ മാത്രമേ ഞാൻ അംഗീകരിക്കുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന മാതിരി മഹാന്മാരെയും ശേഖന്മാരെയും ഞാൻ അംഗീകരിക്കൂല. ഫഇന്നഹു സയഹ്ദി, എൻ്റെ അള്ളാഹ് എനിക്കൊരു വഴി കാണിച്ചു തരും. അതുകൊണ്ട് ബാപ്പ നിങ്ങൾ പറയും പോലെ എനിക്ക് ശരിയാവൂല. ബാപ്പനെ തള്ളി എന്ന് പറയുമ്പോൾ അതുകൊണ്ടല്ലേ ഈ ഷിയാക്കള് ഇബ്രാഹിം നബിന്റെ ബാപ്പ അല്ല അസർ, ഇളയപ്പയാന്ന്, ഉപ്പ വേറെ. എന്നാ ഉപ്പ ഏതാന്ന് പറ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പാനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇളയപ്പാനെ ഉപ്പ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് തിരിഞ്ഞിട്ടില്ല. അള്ളാഹ് സോപ്പിട്ടതാ. ആസർ ഇബ്രാഹിമിന്റെ ഉപ്പയല്ല. അതിലെ ശേഖന്മാര് ഇജാറക്കാര് പറയുന്നത് എന്തുകൊണ്ട്? കാഫറായതുകൊണ്ട്. ഇബ്രാഹിമിന്റെ ഉപ്പ കാഫറാകാൻ പറ്റില്ല. ഷിയാക്കളെ വാദമല്ലേ അത്? ഷിയാക്കൾക്ക് മുഹമ്മദ് റസൂലിന്റെ എല്ലാ കാര്യവും, ഷിയാക്കൾക്ക് അലി റസൂലുള്ള, അബൂ താലിബ്, അതിനുശേഷം അബ്ദുൽ മുത്തലിബ്, അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി വരെയുള്ളവരെല്ലാം മുസ്ലിം അല്ലേ? ഷിയാക്കൾക്ക് കംപ്ലീറ്റ് മുസ്ലിം എന്നല്ലേ? എല്ലാവരും അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ? അബൂ താലിബ് അലൈഹി സ്വലാം, അബൂ ജഹൽ അലൈഹി സ്വലാം, അങ്ങനെ ഉത്തുബത്ത് അലൈഹി സ്വലാം. അല്ല, അത് പറ്റില്ല. കാരണം അത് അബ്ദുമനാഫിന്റെ കുടുംബത്തിലല്ലല്ലോ. അബ്ദുമനാഫിന്റെ കുടുംബത്തിലല്ലാതുകൊണ്ട് അലൈഹി സ്വലാം പറ്റില്ല. എന്താ വ്യത്യാസം? ഇവരും തമ്മിൽ? അബൂലഹബിനെ അലൈഹി സ്വലാം പറയാത്തത് ഇവരെ പേടിച്ചിട്ടാണ്. ആരെയോ? അല്ലെങ്കിൽ അബൂലഹബിനെ പറയലുണ്ടോന്ന് ആർക്കറിയാം? ഷിയാക്കളെ കിതാബ് അതും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കണം. അബൂലഹബിൻ അലൈഹി സ്വലാം പറയുന്നവരാണോ അവര്?
ഞാൻ ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, എന്നിട്ട് എന്താ ബഹുമാനപ്പെട്ട അല്ലാഹു തആല പറഞ്ഞത്? വജഅലഹാ കലിമത്തൻ ബാഖിയത്തൻ ഫീ അഖ്ബിഹി ലഅല്ലഹും യർജിഊൻ. വജഅലഹാ, അല്ലാഹു തആല ഇബ്രാഹിം പഠിപ്പിച്ച ആ ദീനിനെ ആക്കി കലിമത്തൻ ബാഖിയ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് മാത്രം എന്നതിനെ പിൻഗാമികൾക്ക് വേണ്ടി ബാക്കി വെച്ചതാക്കി. അപ്പൊ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെയും ഇബ്രാഹിം നബിന്റെ ദീൻ നിലവിലുണ്ട് എന്നല്ല ആയത്തുകൊണ്ട് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഫി അഖ്ബിഹി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? പേരിക്ക് മുറിഞ്ഞു പോയി എന്ന് തെളിവുണ്ടോ? മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെ വരേണ്ടത് അഖ്ബ്. ഇത് വെറുതെ ഓതിപ്പോയാൽ പറ്റൂല. അല്ലാഹ് പറയുന്നത് ഇബ്രാഹിം നബി കൊണ്ടുവന്ന ദീൻ പിൻഗാമികൾക്ക് നാം അത് ബാക്കിയാക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്തായി? ഇബ്രാഹിം നബിന്റെ അഷ്റഫുൽ ഖൽക്കിന്റെ ഇടയിൽ വേറെ നബിമാർ വന്നില്ല, ആവശ്യമില്ല. ഇബ്രാഹിം നബിന്റെ അഷ്റഫുൽ ഖൽക്കിന്റെ ഇടയിൽ റസൂലും വന്നില്ല, ആവശ്യമില്ല. കാരണം ദീനുൽ ഇസ്ലാം നിലവിലുണ്ട്. അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്ന വിഷയം, നിങ്ങൾക്ക് മീൻസ് എൻ്റെ ഈ മുമ്പിൽ ഇരിക്കുന്നവർക്കല്ല മാത്രമല്ല, ഞാൻ ഈ ഉമ്മത്തിന്, അതായത് 98% വരുന്ന ഇവിടുത്തെ ഷിയാക്കൾക്ക് മനസ്സിലാക്കി ഷിയാക്കളോട് പറയാനുള്ളത്, അവരുടെ നേതൃത്വത്തോട് പറയാനുള്ളത്, കാര്യങ്ങൾ വളരെ വ്യക്തമാക്കിത്താ. എനിക്കാണ് സംശയം കുടുങ്ങിയതെങ്കിൽ ആ സംശയം എനിക്ക് തീർത്തതാ. എന്ത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽക്ക് വരെ ഇസ്ലാം ദീൻ നിലവിലുണ്ടോ? ഉണ്ടായിരുന്നു. ഇനി വേറൊരു കാര്യം എടുക്കീൻ. ആരാണ് ജാറം കൊണ്ടുവന്നത്? അംർ ബിൻ ലുഹൈൽ ഖുസായി അല്ലേ? അംർ ബിൻ ലുഹൈ അല്ലേ മക്കത്തേക്ക് ആദ്യമായിട്ട് ജാറം കൊണ്ടുവന്നത്? അള്ളാഹു അല്ലാത്ത ശക്തികളുടെ രൂപം കൊണ്ടുവന്നിട്ട് ആരാധിക്കാൻ തുടങ്ങിയത് അംർ ബിൻ ലുഹൈ അല്ലേ? ഈ അംർ ബിൻ ലുഹൈനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? അവ്വലു മൻ ഗയ്യറ ദീന ഇസ്മായിൽ അല്ലെ? അങ്ങനെയല്ലേ? അവ്വലു മൻ ഗയ്യറ ദീന ഇസ്മായിൽ, ഇസ്മായിൽ നബിന്റെ ദീനിനെ മാറ്റം വരുത്തിയ ആദ്യത്തെ ആളാണ് അംർ ബിൻ ലുഹൈ. അംർ ബിൻ ലുഹൈന്റെ കാലം പരിശോധിക്കും. അഷ്റഫുൽ ഖൽക്കിന്റെ ഏതാണ്ട് 200-300 കൊല്ലം മുമ്പ്. അപ്പൊ ദീനുൽ ഇസ്ലാം കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് മാത്രം എന്ന തത്വമാണ് നിലവിൽ. അതിനൊന്നിച്ച് ഔലിയാക്കന്മാരെയും കൂടി കൂട്ടിയത് അംർ ബിൻ ലുഹൈയാണ്. ആ അംർ ബിൻ ലുഹൈനെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താ? ഞാൻ നരകത്തിൽ അംർ ബിൻ ലുഹൈ റഅയ്തു യജുറു ഖുസ്ബഹു ഫിന്നാർ, അവന്റെ കുടലും വലിച്ചിട്ട് നരകത്തുനിന്ന് നടക്കുന്നത് ഞാൻ കണ്ടു. അംർ ബിൻ ലുഹൈനെ പറ്റി പറഞ്ഞതാണ്. അതേ സന്ദർഭത്തിൽ പിന്നെ സെയ്ദ് ബിൻ അംറിനെ സംബന്ധിച്ച് പറഞ്ഞതോ? സെയ്ദ് ബിൻ അംറിനെ സംബന്ധിച്ച് പറഞ്ഞതുണ്ടോ? ഹുനഫാക്കളുടെ കൂട്ടത്തിലുള്ള ആളാണ് സെയ്ദ് ബിൻ അംർ. ആ സെയ്ദ് ബിൻ അംർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. അപ്പൊ മുഹമ്മദ് മുസ്തഫ തങ്ങൾ നബിയായിട്ട് വരുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തെ സ്വർഗവാസികളും ഉണ്ടായിരുന്നു, നരകവാസികളും ഉണ്ടായിരുന്നല്ലേ മനസ്സിലാകുന്നത്? അപ്പൊ അഷ്റഫുൽ ഖൽക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന സ്വർഗ നരകം, എല്ലാവരും നരകത്തിലായിരുന്നു, അവരെ സ്വർഗത്തിലേക്കാണ് മുഹമ്മദ് നബി വന്നത് എന്ന് പറഞ്ഞ വാക്ക് തെറ്റല്ലേ? ചരിത്രത്തെ മാറ്റിമറിക്കാൻ പറ്റൂലല്ലോ. ഈ ചരിത്രത്തിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് എല്ലാവരോടും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇസ്ലാമിലേക്ക് വന്നു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യം വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏത് മതത്തിൽ നിന്ന്? ഇവിടുത്തെ ഷിയാക്കളാണ് മറുപടി പറയേണ്ടത്. ഒന്നിക്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടുത്തെ ഹിന്ദുക്കളെ പോലെ രാമ രാമ എന്ന് വിളിച്ചു നടക്കുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ പോലെ ഈശോ ഈശോ എന്ന് വിളിച്ചു നടക്കുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ ജൂതന്മാരെ പോലെ വരെ ഉസൈറിനെ വിളിച്ചിട്ട് നടക്കുന്ന ആളായിരിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം ലോകത്തൊരു ചരിത്രകാരനും പറഞ്ഞിട്ടില്ല. ഒരു ചരിത്രകാരനും പറഞ്ഞിട്ടില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേറെ ഏതോ ദീനിലായിരുന്നു, ദീൻ മാറ്റിയിട്ടാണ് റസൂലുള്ളാഹി തന്നെ അഷ്റഫുൽ ഖൽക്ക് റസൂലാന്ന് പറഞ്ഞപ്പോ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്നഹു റസൂലുള്ളാഹി പറഞ്ഞില്ലേ? വേറെ ഒന്നും ആലോചിച്ചില്ലല്ലോ. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇബ്രാഹിമിന്റെ ദീൻ അറിയാം, ഇബ്രാഹിമി മില്ലത്തും ഇബ്രാഹിമി ശരീഅത്തും നന്നായിട്ട് അറിയുന്നതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് മുസ്തഫ റസൂലായി വന്നതെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഷഹാദത്ത് ചൊല്ലിയത്. ഇപ്പൊ വേറെ മതത്തുനിന്ന് മാറി വരുന്നതല്ല. അതുകൊണ്ടാണ് നാം പറയുന്നത്, നമ്മുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചിട്ട് കേരളത്തിലുള്ള ഷിയാക്കൾ ഇസ്ലാമിലേക്ക് ഷഹാദത്ത് പറഞ്ഞിട്ട് വരേണ്ടവരാണ്. അതുകൊണ്ടാണ് കെ ഉമർ മൗലവി റഹിമഹുല്ല ഏതോ ഒരു മുസ്ലിയാർക്ക് അസ്ലിം തസ്ലം, മുസ്ലിമായി കൊള്ളുക രക്ഷപ്പെടാം എന്ന് കത്തെഴുതിയത്. ന്യായമാണ്, ആ കത്ത് തികച്ചും ന്യായമാണ്. ഉമർ മൗലവി റഹിമഹുല്ല അസ്ലിം തസ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമർ മൗലവിക്ക് നന്നായിട്ട് ദീനുൽ ഇസ്ലാം എന്താണെന്ന് അറിയാം. അറിഞ്ഞാക്ക് പറയാതിരിക്കാൻ പറ്റൂല. പിന്നെ ഉമർ മൗലവിയുടെ പ്രത്യേകത എന്താ? എടുത്തുനിന്നും വെലുത്തുനിന്നും ആരാ എന്താ പറയുന്നത് ഉമർ മൗലവി നോക്കാറില്ല.
അതുകൊണ്ട് ഉമർ മൗലവിനെ എല്ലാവർക്കും ദഹിച്ചൊന്നും വരും. ഞാൻ പണ്ടേ പറയാണ്ടല്ലോ, ഇരുമ്പിന്റെ ഉണ്ട ഒതുങ്ങിയിട്ട് ചുക്കശായം കുറിച്ച് ദഹിപ്പിക്കാൻ മെനക്കെട്ടാ നടക്കൂല എന്ന്. അതുകൊണ്ട് തന്നെ ഉമർ മൗലവി നമ്മളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ രണ്ട് വിഭാഗമാണ് അവർ. ചിലര് ഉമർ ബിൻ ഖത്താബിനെ പോലെ, അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലെ, അലി നബി താലിബിനെ പോലെ, ഖദീജത്തുൽ കുബ്രയെ പോലെ, ഹംദത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ പോലെ അള്ളാഹുവിനെ പേടിച്ചിട്ട് നേരത്തെ ഉള്ള ദീൻ പിടിച്ചു നിൽക്കുകയായിരുന്നു. മൊല്ലമാരെ മാനിച്ചിട്ട് മുഹമ്മദ് മുസ്തഫ തങ്ങള് ഒരു പുതിയ ദീനുമായിട്ട്, അഥവാ അള്ളാഹ് മാത്രം എന്ന തത്വമായിട്ട് വന്നപ്പോൾ അള്ളാഹ് അല്ലാത്തവരെ തള്ളിപ്പറഞ്ഞാൽ അള്ളാഹ് വെറുത്ത് കളയുമോ എന്ന് പേടിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹു എതിർത്തത്. അള്ളാഹിനെ പേടിച്ചിട്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ പറയുന്നത്? അള്ളാഹിനെ പേടിച്ചിട്ടാണ് കൂട്ടരെ ഹംസ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖിനെ എതിർത്തത്. അവരെ ദൃഷ്ടിയിൽ അഷ്റഫുൽ ഖൽഖിനെ എതിർക്കൽ അള്ളാഹിന്റെ അടുത്ത് ഇബാദത്താണ്. അവരെ വല്ലമാർ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഷിയാക്കൾ പറയും പോലെ, ഇന്നത്തെ ഷിയാക്കള് സാധാരണക്കാര് സലഫിന് അള്ളാഹ് മാത്രം എന്ന് പറയാൻ പേടിക്കുന്നത് അള്ളാഹിനെ പേടിച്ചിട്ടാണ്. അള്ളാഹ് നമുക്ക് നമ്മുടെ പൂർവികന്മാരായ ഉപ്പുപ്പമാരും ഉസ്താദുമാരും പഠിപ്പിച്ച ദീൻ അള്ളാഹ് അല്ലാത്തവരെയും കൂടി ബഹുമാനിക്കണം, അവരെയും കൂട്ടിയിട്ടേ അള്ളാഹിനോട് ചോദിക്കാൻ പാടുള്ളൂ എന്നല്ലേ. അപ്പൊ അവരെ വിട്ടു കളിഞ്ഞാൽ അള്ളാഹ് നമ്മളെ വൃത്തേക്കുമോ, നിലവിടുത്തെ സംഘടന വൃത്തേക്കുമോ എന്നല്ല അവർ ചിന്തിക്കുന്നത്. അള്ളാഹ് വൃത്തേക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഇവർ സലഫിയത്ത് അംഗീകരിക്കാത്തത്. അവിടെയാണ് നാം ഇത് ക്ലിയറാക്കി കൊടുക്കുന്നത്. ഇതേ നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു അള്ളാഹിനെ പേടിച്ചത്. അള്ളാഹിനെ പേടിച്ചിട്ടാണ് അഷ്റഫുൽ ഖൽഖിനെ എതിർത്തത്. അഷ്റഫുൽ ഖൽഖിനെ പറ്റി വേറെ ഒരഭിപ്രായ വ്യത്യാസം ഹംസ റളിയല്ലാഹു അൻഹുവിനില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിന് സഹോദരന്റെ മകനോട് പറ്റി ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. 100ൽ 100 മാർക്കാണ് ഹംസ റളിയല്ലാഹുവിന്റെ മനസ്സ്. അതുകൊണ്ടാണല്ലോ അബൂജഹൽ അഷ്റഫുൽ ഖൽഖിനെ ചീത്ത പറഞ്ഞപ്പോൾ വില്ലെടുത്തുകൊണ്ട് വന്നിട്ട് തലക്കടിച്ച് കീറിയത് അബൂജഹലിന്റെ. നീ എന്താ, നീ മുഹമ്മദിനെ എന്താ ചെയ്തെന്ന് കേട്ടല്ലോ, നീ എന്താ മനസ്സിലാക്കിയത് ചോദിക്കാൻ പറയാൻ ആളില്ല എന്ന് പറഞ്ഞിട്ടല്ലേ അമ്പെടുത്തിട്ട് ഒരു അടി കൊടുത്തത്, തല കീറി. അപ്പോഴും ഹംസ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നുണ്ട്, ഏ അല്ലാഹ്, ഞാൻ മുഹമ്മദിനെ അംഗീകരിച്ചാൽ നിനക്ക് വല്ല വെറുപ്പും വരുമോ? അങ്ങനെ എൻ്റെ ഉസ്താദുമാരിലും പറയുന്നത് ഈ കഅബാലയത്തിന് ചുറ്റുമുള്ള ജാറങ്ങളുടെ ശഫാഅത്തും ബർക്കത്തും കൊണ്ട് വേണം അല്ലാഹുവിനോട് ചോദിക്കാൻ, അതാണ് എനിക്ക് ഇഷ്ടം എന്നാണ് ഉസ്താദുമാരിലും പറയുന്നത്. അല്ലാഹ് മുഹമ്മദ് പറയുന്നത് അതൊന്നും വേണ്ട, അല്ലാഹ് നിന്നോട് നേർക്ക് നേരെ ചോദിച്ചാൽ ഏതാണെന്ന് തിരിയുന്നില്ല അല്ലാഹ്. അങ്ങനെ രാത്രി ഉറക്കം ഒഴിഞ്ഞിട്ട് ഇരുട്ടത്ത് കൈനിട്ട് ദുആ ചെയ്യാം ഹംസ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട്, ഏ അല്ലാഹ്, ഞാൻ അബൂജഹലിനോട് വാശിക്ക് പറഞ്ഞു പോയതാണ് മുഹമ്മദിന്റെ ദീനിലാണ് ഞാനെന്ന്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ലാഹ്, ഞാൻ ആ പറഞ്ഞത് ശരിയാണെങ്കിൽ എൻ്റെ മനസ്സ് നീ തുറന്നതാ, മുഹമ്മദ് പറയുന്നത് ശരിയെന്ന് ഞാൻ അംഗീകരിച്ചോളാം. അല്ല എൻ്റെ ഉസ്താദുമാരും എൻ്റെ ശൈഖുനമാരും ഒക്കെ പറയുന്നതാണ് ശരിയെങ്കിൽ ഞാൻ ആ പറഞ്ഞ വാക്ക്, അബൂജഹലോട് പറഞ്ഞ വാക്ക് എനിക്ക് നീ മാപ്പാക്കി തരണം, എന്നെ നീ സത്യത്തിൽ നർപ്പിച്ചു തരണം. ഇത് ഹംസ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞ വാക്കല്ലേ. എന്താണ് നമ്മൾ ഇത് വ്യാഖ്യാനിക്കുക? ഹംസ റളിയല്ലാഹു അൻഹു ഏത് മതക്കാരനെന്നാ മനസ്സിലാക്കുക? ഓരോ വിഷയം എടുത്തു നോക്കിൻ, ഈ രീതിയിൽ ഓരോ സംഭവം എടുത്തു നോക്കിൻ. അള്ളാഹുവിനെ പേടിച്ചിട്ടാണ് അവർ മുഹമ്മദ് നബിയെ എതിർത്തത്. അതേപോലത്തെ ശൈഖുനമാരങ്ങനെയല്ല. അബൂലഹബ്, അബൂജഹല്, ഉത്ബത്ത്, ശൈബത്ത് അള്ളാഹിനെ പേടിച്ചിട്ടല്ല മുഹമ്മദ് നബിയെ എതിർത്തത്. പാവപ്പെട്ട സാധാരണക്കാരനെ പിഴിഞ്ഞ് കാശുണ്ടാക്കാൻ പറ്റാതെ വരും. മുഹമ്മദ് നബി പറയും പോലെ അള്ളാഹിനെ മാത്രം അംഗീകരിച്ചാൽ, അംഗീകരിക്കേണ്ടത് അള്ളാഹിനെ തന്നെയാണ്. ഇവര് സ്വകാര്യം പറയും. ഈ മൗലാനമാരും ശൈഖുനമാരും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പറഞ്ഞ സലഫികള് പറഞ്ഞ് ശരി തന്നെ, പക്ഷെ ജനങ്ങളോട് പറഞ്ഞൂടാ. ഇന്നും പറയാറുണ്ട്, ഇന്നും ഈ മൊല്ലമാര് പറയാറുണ്ട് ഈ ജനങ്ങളെ നരകത്തിലേക്ക് അയക്കാൻ. അതുകൊണ്ടാണ് നാം പറയുന്നത് അബൂജഹലിന്റെ കഥ പറയുമ്പോൾ, അബൂ താലിബിന്റെ കഥ പറയുമ്പോൾ നമുക്ക് ശൈഖുനമാരെ കഥ പറയാം. ഇപ്പൊ അള്ളാഹിനെ പേടിച്ചിട്ട് മുഹമ്മദ് നബിനെ അംഗീകരിക്കാത്ത ഹംസ, ഉമറിനെ പോലെയുള്ള ആൾക്കാരെ കഥ നമ്മൾ പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. സാധാരണക്കാരനോട് നമ്മൾ പറയുന്നത് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിക്ക്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിക്ക്. എന്താണത്? അവർ നേരത്തെ അള്ളാഹിനെ പേടിച്ചിട്ടായിരുന്നു മുഹമ്മദ് മുസ്തഫാനെ അംഗീകരിക്കാതിരുന്നത്, മുഹമ്മദ് മുസ്തഫാനെ എതിർത്തത്, മുഹമ്മദ് മുസ്തഫാനെ തകർക്കാൻ മെനക്കെട്ടത്. ഉസ്താദുമാര് പറയുന്നതാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. അല്ലാന്ന് മനസ്സിലായപ്പോൾ അവര് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്നു മുതൽ എനിക്ക് എൻ്റെ അല്ലാഹ് മാത്രം, വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആ അല്ലാഹ് മാത്രം എന്നത് പ്രായോഗികമാക്കാനുള്ള തരീഖ മുഹമ്മദി റിസാലത്തും ആണ്, ഞാൻ ഇത് അംഗീകരിക്കുന്നു. ഇനി മതം മാറുക എന്നാണോ പറയുക? ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് മതത്തിലേക്ക് വന്നാണോ പറയുക? അതോ പാരമ്പര്യ ദീനിൽ നിന്ന് ഒറിജിനൽ ദീനിലേക്ക് വന്നു എന്നാണോ പറയുക? വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടങ്ങളിലും ഈമാന്റെ വിഷയം അങ്ങനെ തന്നെയല്ലേ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അവ്വലുഹും, ഇതാണ് ദീനുർ റുസുൽ, മുർസലീങ്ങളുടെ ദീൻ ഇതാണ്.
ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന്, അതായത് അഷ്റഫുൽ ഖൽക്കിനേക്കാൾ ഏതാണ്ട് ഒരു 7500 കൊല്ലം മുമ്പ് ഇറാഖിലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത നൂഹ് നബിന്റെ ഈമാൻ, അതിൽ ഒരണ്ണും മണ്ണി വ്യത്യാസമില്ലാതെയാണ് അഷ്റഫുൽ ഖൽക്ക് തുറന്നത്. 7500 കൊല്ലം കഴിഞ്ഞിട്ടും ഈ ബഹുമാനപ്പെട്ട നൂഹ് നബി പറഞ്ഞ അതേ ദീൻ തന്നെയാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നത്. ദീൻ എന്താണ്? മാലക്കും മിൻ ഇലാഹിൻ ഗൈർ. അത് നൂഹ് നബി പറഞ്ഞത് എന്താണ്? മാലക്കും മിൻ ഇലാഹിൻ ഗൈർ. അത് കഴിഞ്ഞിട്ട് ഹൂദ് നബി പറഞ്ഞത് എന്താണ്? മാലക്കും മിൻ ഇലാഹിൻ ഗൈർ. അത് സമൂഹത്തോട് ഹൂദ് നബി, സമൂദിനോട് സാലിഹ് നബി പറഞ്ഞത് എന്താണ്? മാലക്കും മിൻ ഇലാഹിൻ ഗൈർ. ഇറാഖി ജനങ്ങളോട് ഇബ്രാഹിം നബി പറഞ്ഞത് എന്താണ്? മാലക്കും മിൻ ഇലാഹിൻ ഗൈർ. മൂസ നബി ഇസ്രായേലിനോട് പറഞ്ഞത് എന്താണ്? മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിനോട് പറഞ്ഞത് എന്താണ്? മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് എന്താണ്? മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. സലഫികൾ ഷിയാക്കളോട് പറയുന്നത് എന്താണ്? മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. എവിടെയാണ് തകരാറ്? എവിടെയാണ് തകരാറ്? എവിടെയാണ് പ്രായ വ്യത്യാസം? നേരത്തെ ഖദീജ റളിയല്ലാഹു തആല നഗരം, ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ശേഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു, അല്ലേ? യുവത്വം മുഴുവനും വയസ്സുള്ള സ്ത്രീകളെയും കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചില്ലേ? ഖദീജ ബി വഫാത്താകുന്നത് വരെ അഷ്റഫുൽ ഖൽക്കിന്റെ ഏതാണ്ട് നുബുവത്തിന്റെ 8-ാം കൊല്ലം. അപ്പൊ എന്തായി? 25 കഴിച്ചിട്ട് 15, 8, 23 കൊല്ലം ഖദീജാനെയും കൊണ്ട് മാത്രമല്ലേ റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചത്? അതെന്തായിരിക്കും ഒന്നും പറയാൻ കഴിയാത്തത്? യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള സമയത്ത് വേറൊരു സ്ത്രീയെ പറ്റി ചിന്തിക്കുക പോലും ചെയ്തു അഷ്റഫുൽ ഖൽക്ക് ഖദീജ മാത്രം. 23 കൊല്ലം. ആ ഖദീജ വഫാത്തായി. എന്നിട്ടും റസൂലുള്ളാഹി തങ്ങൾ വിവാഹം കഴിക്കാതെ ദഅവത്തിന്റെ മൈതാനത്ത് നടന്നു, ദഅവത്തിന്റെ മൈതാനത്ത് പ്രവർത്തിച്ചു. വിവാഹമില്ല, ഭാര്യയില്ല. വർഷങ്ങൾ കുറെ നീങ്ങി. നുബുവത്ത് കഴിഞ്ഞു 5-6 കൊല്ലമായി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കൾ ഒരു സംഘം അബിസീനിയയിലേക്ക് ഹിജ്റ പോയി. ആ 1-ാം അബിസീനിയ കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ബിൻ മൽഊൻ എന്ന സഹാബി മരിച്ചു റളിയല്ലാഹു അൻഹു. ഉസ്മാൻ എന്ന സഹാബിയുടെ ഭാര്യയുടെ പേര് ഖൗല. ഖൗലക്ക് ഏതാണ്ട് അഷ്റഫുൽ ഖൽക്കിന്റെ അതേ വയസ്സ് തന്നെയുണ്ട്. ഖൗലക്കല്ല, ഖൗല. ആ ഖൗല വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഖൗല വിധവയാണ്. അവര് വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾക്ക് എത്രയാ വയസ്സ്? ഏതാണ്ട് 40 പോയിട്ട് 50, 40-ാമത്തെ നുബുവത്തിന്റെ 6-ാം കൊല്ലം 46 വയസ്സ്. 23 കൊല്ലം കഴിഞ്ഞിട്ട് 60 നുബുവത്തിന്റെ 25-ാമത്തെ വയസ്സിലല്ലേ ഖദീജ വിവാഹം കഴിക്കുന്നത്. 46-ാമത്തെ വയസ്സിലാണ് ഖദീജ വഫാത്താകുന്നത്. ആ സമയത്ത് വന്നിട്ടാണ് ഖൗല പറയുന്നത്, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? മക്കളുണ്ടല്ലോ, ഫാത്തിമയുണ്ടല്ലോ, ഒരു ഉമ്മ വേണ്ടേ, വീട്ടിലൊരാള് വേണ്ടേ, ഒരു ഛായാചിത്രന്റെ ആള് വേണ്ടേ? ഖൗല റളിയല്ലാഹു തആല അൻഹ, ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, തങ്ങൾ എത്ര കാലം വരെയാണ് ഇങ്ങനെ ജീവിക്കുക? യാ റസൂലല്ലാഹ്, ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ സ്വീകരിക്കോ? അപ്പൊ നീ പെൺകുട്ടും കൊണ്ടാണ് വന്നെന്ന് തോന്നുമല്ലോ എന്റെ വർത്താനം കേട്ടാല്. റസൂലുള്ളാഹി തങ്ങൾ തുറന്നു പറഞ്ഞു, അതേ നബിയെ. ആരാ നീ ഉദ്ദേശിക്കുന്ന ആള്? ഞാൻ ഉദ്ദേശിക്കുന്ന ആള് ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ വിധവ റുഖിയ റളിയല്ലാഹു തആല അൻഹയാണ്. റുഖിയ റളിയല്ലാഹു അൻഹു വിധവയാണ്, മക്കളും വേറെയുണ്ട്. ഏതാണ്ട് അഷ്റഫുൽ ഖൽക്കിന്റെ അതേ വയസ്സ്. എന്താ പറഞ്ഞ? എന്താ? സൗദ റളിയല്ലാഹു അൻഹ. എനിക്ക് ചെറിയൊരു ഇഷ്കാലുണ്ട് റുഖിയ എന്ന് പറഞ്ഞപ്പോ തന്നെ. സൗദ റളിയല്ലാഹു അൻഹ, ബാറക്കല്ലാഹു ഫീക്കും. പണ്ട് ഉപ്പയും മക്കളും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൂടിയ 4 കൊല്ലം മുമ്പ് ഉപ്പയും മക്കളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് എന്തെങ്കിലും ഒരു പരിപാടി വേണമല്ലോ ദീൻ പഠിക്കാൻ. നമുക്ക് പരസ്പരം പഠിക്കാൻ. ഉപ്പ മക്കളെ പഠിപ്പിക്കുക, മക്കൾ ഉപ്പാരെയും പഠിപ്പിക്കുക. എന്താ ദീന് പറ്റൂല അങ്ങനെ? മക്കളത്തിന് ഉപ്പൊക്കെ പഠിച്ച പറ്റൂല. നമ്മളിപ്പോൾ അങ്ങനെയാ. ഞാൻ എൻ്റെ ഉസ്താദാണ് എൻ്റെ മക്കളെ കൂട്ടത്തിൽ പലരും. എനിക്ക് അതിലും നാണക്കേടൊന്നുമില്ല. അന്ന് ഉപ്പയും മക്കളും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പരിപാടി ഇങ്ങനെ അല്ലാഹു തആല ഈ സംവിധാനം, അല്ലാഹ്, ഇതിന്റെ തുടക്കക്കാർക്ക് നീ ബർസഖിൽ നിന്റെ അടുത്ത് ഒരു വലിയ ദർജ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അന്ന് നമ്മളെ കളിയാക്കി, ഒരു ഉപ്പയും മക്കളെയും വന്നിരിക്കുന്നു. എന്താ മല മറിക്കാൻ പോകുന്നു? ഉപ്പ നബിയായിരിക്കും, മക്കള് നബിയായിരിക്കും. ഇപ്പൊ അങ്ങനെയും ബാധിച്ചുകൂടാന്നില്ല.
എന്തെല്ലാം പറഞ്ഞിട്ടായിരുന്നു സെലഫികൾ ചിലർ കളിയാക്കിയത്? അതിനെ ഏറ്റുപിടിച്ചിട്ടല്ലേ ഷിയാക്കൾ കളിയാക്കിയത്? ഷിയാക്കൾ ആദ്യം കളിയാക്കിയിട്ടില്ല. സെൽഫികളിൽ ചില കണ്ണുപൊട്ടന്മാരെ കളിയാക്കിയപ്പോഴാണ് ഷിയാക്കൾ ഏറ്റുപിടിച്ചത്. നമ്മൾ കേട്ടു. അങ്ങനെ ഒരുപാട് പരിഹാസങ്ങൾ കേട്ടു. പക്ഷെ ഇന്നത് അല്ലാഹു തആല യാഥാർത്ഥ്യമാക്കി. അതെ, ഇന്ന് ഉപ്പ ഇൽമു പഠിക്കുന്നത് മക്കളിൽ നിന്നാണ്. ഹദീസുമായിട്ട് വല്ല സംശയം ഉണ്ടെങ്കിൽ, സനദിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ നമ്മളെ ഷഹീറുദ്ദീൻ മൗലവിനെ വിളിച്ചിട്ട് പറയും, എടാ ഇന്ന് ഹദീസിന്റെ സനദ് എന്ന് പറഞ്ഞു തരണല്ലോ. 5 മിനിറ്റ് കൊണ്ട് സനദടക്കം വരും. ഫറായിലിന്റെ കാര്യത്തിൽ, അനന്തരാവകാശം ഓരി വെക്കുന്ന കാര്യത്തിൽ അതൊരു പ്രഗത്ഭനായ നമ്മുടെ ഹുസൈൻ സാഹിബ് ഉണ്ട്, അൻവർ ഹുസൈൻ ഉണ്ട്, നൂറുൽ ഹസനും ഉണ്ട്. നൂറുൽ ഹസൻ അത്ര പെലിങ്ങനെയില്ല, അൻവർ ഹുസൈൻ സ്പെഷ്യലിസ്റ്റാണ്. എടോ ഇന്നാള് മരിച്ചിട്ടുണ്ട്, അയാൾക്ക് ഇന്നാളുണ്ട്. ഒന്നാ കണക്കൊന്നും കൂട്ടിട്ട് പറഞ്ഞാൽ മിനിറ്റ് വെച്ചിട്ട് ആ കണക്കിങ് വന്നു. അത് ഈ പറയുന്ന ഈ കളിയാക്കിയവർക്ക് സാധിക്കൂല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എനിക്ക്. കാരണം അവർ പുസ്തകം വായിച്ചിട്ട് മുജാഹിദായതാണ്, കിതാബ് ഓതി പഠിച്ചിട്ട് മുജാഹിദ്. ഞാൻ എൻ്റെ മക്കളെ കിതാബ് ഓതി പഠിച്ചിട്ട് മൊയ്ലിയാരാക്കി. ഞാൻ പണ്ട് ഫൈസൽ മുസ്ലിയാരോട് പറഞ്ഞിരുന്നു, എൻ്റെ മക്കളെ ഇങ്ങൊക്കെ ഞാൻ വിട്ടുതരുന്നത് മൊയ്ലിയാരാക്കാനാണ്. സലഫി മൊയ്ലിയാർ, മൗലവി വേണ്ട, സലഫി മൊയ്ലിയാർ, കിതാബ് ഓതി പഠിച്ച മൊയ്ലിയാരാക്കണം. അതിനാണ് ഞാൻ വേങ്ങര അന്ന് KN വന്ന് പിളർന്നിട്ടില്ല, വേങ്ങര മനാറുൽ ഹുദായിൽ കൊണ്ടുപോയി ചേർക്കുന്നത് ഷെയറിനടക്കം. ഫൈസൽ മുസ്ലിയാർ സ്റ്റൈലിൽ കിതാബ് ഓതി കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടാ. അഫ്ളൽ ഉലമ ആക്കിയിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാക്കാനല്ല ഞാൻ കൊണ്ടുപോയത്. കിതാബ് ഓതി കൊടുക്കുന്നുണ്ട് സ്റ്റൈൽ. അൽഫിയും അതേപോലത്തെ അൽഫിയ പോലെയുള്ള നെഹ്വിന്റെ കിതാബും അതേപോലെ തന്നെ പഴയകാല ഹദീസിന്റെ കിതാബുകളൊക്കെ ഓതി പഠിക്കുന്ന ഉസ്താദുമാർ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് പരിചയമുള്ള പലരും, അവരൊക്കെ സമസ്തിന്ന് വന്നതായിരുന്നു. ആ ഉസ്താദുമാരെ കീഴിൽ പഠിപ്പിക്കാനായിരുന്നു ഞാൻ അയച്ചത്. അതിനുശേഷം പിളർപ്പ് വന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നതും. കിതാബ് ഓതിട്ട് മൊയ്ലിയാരാക്കാൻ, അറബി ഭാഷാപരമായ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സലാഹുദ്ദീൻ ഇന്നതിന്റെ തർക്കീബ് ഒന്ന് വെച്ച് തരാവോ? റെഡി, 5 മിനിറ്റ് കൊണ്ട് റെഡി. എന്താ ചരിത്രപരമായിട്ട് വല്ല നിനക്ക് അറിയണം? അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇല്ലാഹുവിന് മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ ഇന്നാവിന് മെസ്സേജ് അയക്കും. ഇന്ന ചരിത്രം അതിന്റെ നക്കിലൊന്ന് അയച്ചു തരണല്ലോ. മലയാളത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കും, അറബി നക്കിൽ മിനിറ്റ് വെച്ചിട്ട് വന്നു. അത്രേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അള്ളാഹുവെ നീ നിലനിർത്തി തരണം. അത്രേ ആഗ്രഹിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. മരിക്കുന്നത് വരെ ഒരു വിദ്യാർത്ഥിയായിട്ട് ജീവിക്കണം, സലഫി വിദ്യാർത്ഥി. കിതാബ് ഓതി പഠിച്ച നാടൻ മൊയ്ലിയാരാണ് ഞാൻ. ഇപ്പൊ സലഫി വിദ്യാർത്ഥിയാണ്. പഠിക്കുക, പഠിപ്പിക്കുക. അതെ, ഞാന് ശിഷ്യനാവും ചിലപ്പോൾ പിള്ളേർത്ത് ശിഷ്യനാവും. അതുകൊണ്ട് തന്നെ എനിക്ക് നേർക്ക് നേരെ നീന്നൊക്കെ വിളിക്കാനൊരു മടിയാ. അയാളെന്നൊക്കെ വിളിച്ചിട്ട് ഒപ്പിക്കല്. എങ്ങനെ മക്കളാണെന്ന് പറഞ്ഞിട്ട് നീ എടാ പോടാന്നൊക്കെ വിളിക്കല്. അലിവികളല്ലേ, ചേർന്നാദരിക്കണ്ടേ, മനസ്സിലല്ലേ? അങ്ങനെ തന്നെ ചോദിച്ചോക്ക്, പിള്ളേരോട് ചോദിച്ചോക്കല്ലേ. ഇരിക്കുന്ന കാണില്ലേ എത്ര 1, 2, 3, 4, 5, 6. അതെ, ഉപ്പയും മക്കളും, ഒരു കിനാവ്, ഒരു സ്വപ്നം. ഞാൻ എന്താ ഇത്തിരി പറഞ്ഞെന്നറിയോ? ഞാൻ അവരെ എത്തിക്കൊണ്ട് ആയത്തുകൾ ഓതും, എനിക്കതിങ്ങനെ വഴിക്കുഴായിട്ട് പറഞ്ഞുതരാൻ. ഞാൻ റുക്കിയ എന്നുള്ളത് സൗദാന്ന് തിരുത്തി തന്നിട്ടുണ്ടെങ്കിൽ ഇൽമിന്റെ വർക്കത്ത് തന്നെയാണ് അത്. എൻ്റെ മക്കളാ തിരുത്തി തന്നത്, എൻ്റെ മോൻ ഇതാർ. അവനോടാണ് ഞാൻ ചരിത്രം ചോദിക്കാറ് സാധാരണ. അതെ, ആ ഉപ്പയും മക്കളും അവർക്കുള്ള മർക്കസാണിത്. ജൗഹറുൽ ഹുദ. സഹചാരികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉപ്പിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അവർ സഹചാരികളുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് റئീസോട് ഞാൻ പറയുന്നു, ഒരു സഹചാരിയും കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമ്മളെ മുസമ്മിലിന്റെ ബാപ്പ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എമർജൻസി കൊണ്ടുവരണോ, ഇപ്രാവശ്യം എമർജൻസിയും കൊണ്ടുവന്നു. ഇനി സഹചാരിയാണ് റئീസെ. സഹചാരിയിൽ റئീസ് എടുത്തു. ഉണ്ട് സഹചാരി, മുസമ്മിലിന്റെ ബാപ്പ. അത്രേ ഉള്ളൂ. ഒരാണി വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ സഹചാരിയാ ഞങ്ങൾക്ക്. അല്ലാ നീ കബൂലാക്കണേ അല്ലാ. വേറെ ഒരു ലക്ഷ്യവുമില്ല, ഒരു താല്പര്യവുമില്ല, ഒരു സംഘടനാ താല്പര്യവുമില്ല. വലിയ കോളേജൊക്കെ നടത്തിയിട്ട് വില അതും ആഗ്രഹമില്ല. ഉപ്പാക്കും മക്കൾക്കും ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ മരിക്കുന്നത് വരെ ഇങ്ങനെ പോവും. കണ്ണടയുന്നത് വരെ ഇവിടെ കൂടി പിള്ളേരെയും കൂട്ടിയിരുത്തി അങ്ങോട്ട് പഠിപ്പിക്കുക. കാരണം സലഫിയത്ത് പഠിക്കേണ്ട വിഷയം, മരിച്ചാലും പഠിച്ചാൽ തീരാത്ത വിഷയം. ഒന്നിലേക്ക് കടക്കുമ്പോൾ അതിനേക്കാൾ ആഴമുള്ളത് അതിൻ്റെ അപ്പുറം കാണുന്നു. അതിലേക്ക് കടക്കുമ്പോൾ അതിനേക്കാൾ ആഴമുള്ളത് അതിൻ്റെ അപ്പുറം കാണുന്നു. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും, ഇതെന്ത് പുതിയ കാര്യങ്ങൾ തന്നെ. അത് അല്ലാഹു തആല തരുന്ന. അവൻ പറയാൻ പേടിയായിരിക്കും, ഇയാൾക്ക് ഇൽഹാം ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു, ഇയാളാ നബിയാകാൻ പോവുകയാണെന്നൊക്കെ പറയാനാണ്. ഇങ്ങനെ ഇപ്പൊ അത് കാണില്ല. എല്ലാം അടങ്ങും. അന്ന് ഞാനൊരു പദ്യം, എല്ലാം വായിക്കുമ്പോളിൻ്റെ ഒരു പദ്യമല്ല, ഒരു അറബി പാട്ട് കടയിൽ അതിനും കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് പഠിച്ചതാണ്, വർഷങ്ങൾക്കും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിച്ചതാണ്.
ഫസൗഫ തറ, ഒട്ടും താമസിയാതെ നീ കാണും. ഇദൻകശഫൽ ഗുബാറു, പൊടിപടലങ്ങളൊക്കെ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ. അഫറസുൻ തഹത റിജ്ലിക് അം ഹിമാറു, നിന്റെ കാൽച്ചുവട്ടിൽ കഴുതകളാണോ അതോ കുതിരകളാണോ എന്ന് നിനക്ക് അന്ന് മനസ്സിലാകും. അറബി പാടി അന്ന് ഞാൻ പാടി പൈനും കളിയാക്കിയിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാർ. അയാൾ എന്താണ് മനസ്സിലാക്കാൻ പോകുന്നത്? ഇതന്നെ പൊടിപടലങ്ങൾ അടങ്ങി വരുന്നേ ഉള്ളൂ. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് പല വിഷയത്തിലും, ഞാൻ എൻ്റെ കൽബുമായിട്ട് എൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാവും. അപ്പം ഒരു സലഫി പറഞ്ഞത്, ഒരു മുജാഹിദ് പിന്നെ എന്ന് പറഞ്ഞ ഒരുത്തൻ പറഞ്ഞത്, ഇയാളൊരു അള്ളയും. അപ്പൊ തന്നെ അവൻ കാഫറായില്ലേ യഥാർത്ഥത്തില്? എന്നെ വിട്, ഇയാളൊരു അള്ളയും, ഞാനും എൻ്റെ അള്ളയല്ലാതെ പിന്നെ ആരും പിന്നെ. അപ്പൊ ഇവരുടെ വിശ്വാസം എന്താണ് അള്ളാഹിനെ പറ്റി? ഇവര് സലഫികൾ എന്ന് പറഞ്ഞ് ഇവരുടെ വിശ്വാസം എന്താണ് അള്ളാഹിനെ പറ്റി? ഇപ്പൊ ഞാനും എൻ്റെ അള്ളയിലാണ് ഇവരെ. പിന്നെ ഒരിക്കൽ പറഞ്ഞ, ഞാൻ എൻ്റെ അള്ളാഹിനോട് ചോദിക്കാൻ നാസർബായിന്റെ പുറക്കുന്ന ഞാനും മക്കളെ യോഗം കൂടില്ല. അന്നൊരു യോഗത്തിൽ പറഞ്ഞ് ഞാൻ എൻ്റെ അള്ളാഹിനോട് ചോദിക്കുന്നു, അള്ളാഹ് എനിക്ക് തരുന്നു. ഇയാളൊരു അള്ളി, ഇയാള് ചോദിക്കുന്നു, അള്ളാഹ് കൊടുക്കുന്നു. എന്താണ് അയാളെ ഹുക്കും യഥാർത്ഥത്തിൽ? പിന്നെ ഞാൻ എൻ്റെ അള്ളാഹിനോടല്ലാണ്ട് പിന്നെ ആരോട് ചോദിക്കണ്ടേ? എൻ്റെ അള്ളാഹ് എന്നല്ലാണ്ട് വേറെ ആര് തന്നതാണ് ഇത്? ഇത്രയും പറയേണ്ടി വന്നെന്താ അറിയോ? ഞാൻ റുക്കിയ എന്നത് എൻ്റെ മോൻ സൗദാന്ന് തിരുത്തി തന്നപ്പോൾ അത് കിട്ടിയ സന്തോഷം എനിക്ക് പിന്നെ നികത്താനാവാത്ത സന്തോഷം കൊണ്ട് പറഞ്ഞതാണ് ഞാൻ. അതെ, സൗദ റളിയല്ലാഹു തആല അൻഹ ആരായിരുന്നു? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് ഖൗലാനോട് ചോദിച്ചു. അവരൊരു വയസ്സുള്ള സ്ത്രീ, ഏതാണ്ട് റസൂലുള്ളാഹിന്റെ അതേ വയസ്സുണ്ട്. സൗന്ദര്യമുണ്ടോ? ഹദീസിന്റെ കിതാബിൽ കാണാം, തടിച്ചു നീണ്ടൊരു സ്ത്രീ. ഹദീസിന്റെ കിതാബിൽ അഷ്റഫുൽ ഖൽക്കിന്റെ ആ ഭാര്യ പിന്നെ പങ്കിട്ട് പറയുന്ന പെണ്ണിനെ പറ്റി വിശദീകരിച്ചത് എന്താണെന്നറിയോ? ഈ സയൻസ് റസൂലുള്ളാഹിക്കാര് തീർച്ചയായിട്ടും അത് അംഗീകരിച്ചു കൊടുക്കൂല. മറ്റുള്ളവനെ വിട്, ഫാസിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും വിട്. നമുക്ക് സയൻസ് റസൂലുള്ളാഹിക്കാരെ വിഷയം, ഉമ്മത്തിന്റെ ഉള്ളകത്തുള്ള മൂരാച്ചികളാണ് നമുക്ക് വിഷയം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്കിനോട് പറഞ്ഞു ഖൗല, ഉസ്മാൻ ബിൻ മദ്ഊൻ അറിയപ്പെട്ട സഹാബിയാണ്. ഏതെങ്കിലും ഒരു സഹാബി മരിച്ചെന്ന് കേട്ടപ്പോൾ അഷ്റഫുൽ ഖൽക്ക് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉസ്മാൻ ബിൻ മദ്ഊനാണ്. അത്ര ഇഷ്ടമാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഉസ്മാൻ ബിൻ മദ്ഊനോട്. ആ ഉസ്മാൻ ബിൻ മദ്ഊന്റെ വിധവ സൗദ റളിയല്ലാഹു തആല അൻഹ, സൗദ ബിൻത് ജഹ്ഷ, സൗദ ബിൻത് സംഅ റളിയല്ലാഹു അൻഹ, അവരാണ് നബിയെ. റസൂലുള്ളാഹി തങ്ങൾ ഒന്നും ആലോചിച്ചില്ല. ഫാത്തിമാക്കൊരു കൂട്ട് വേണം, പൊന്നു മോൾ ഒറ്റക്കാണ്. അഷ്റഫുൽ ഖൽക്കിന്റെ ഒരു താങ്ങ് വേണം, വേണ്ടേ? ഒരു മനുഷ്യനല്ലേ. ഇന്നമാന ബശറും മിസ്ലുക്കും. റസൂലുള്ളാഹി തങ്ങൾ സൗദാനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രണ്ടാമത്തെ ഭാര്യയായിട്ട് തിരഞ്ഞെടുക്കും. ഇവരൊക്കെ വർത്താനം കേട്ട ഇവരെന്തിനാ സൗദാനെ ഒളിപ്പിച്ചു വെച്ചത്? ഈ ചരിത്ര നിരൂപണം നടത്തുന്ന സയൻസ് പുസ്തകക്കാരും ഖദീജ ബിബിക്ക് 25 വയസ്സാന്ന് പറയുന്നവരൊക്കെ സൗദാനെ ഒളിപ്പിച്ചു വെച്ചത് എന്തിനാ? ഇപ്പല്ലേ നമുക്കത് കാര്യം മനസ്സിലായത്. ഖദീജ ബിബി വഫാത്തായതിനു ശേഷം പിന്നെ വിവാഹം കഴിച്ച വിധവയായ സൗദയല്ലേ. അഷ്റഫുൽ ഖൽക്കിനെ സംബന്ധിച്ച് എന്തെല്ലാം തോന്നിയവാസികളാണ് ഇവിടുത്തെ കുരുത്തം കെട്ട മൽഊനികൾ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എന്തെല്ലാമാണ് യുക്തിവാദികളും നിരീശ്വരവാദികളും പറഞ്ഞത്. നിങ്ങൾ എന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തത്? മനസ്സിലാക്കി കൊടുക്കാത്തത് കൊണ്ട്. കാരണം ഉമ്മത്തിന്റെ ഉള്ളകത്തുള്ള സയൻസ് റസൂലുള്ളാഹിയുടെ താല്പര്യം അതാണ്. പിന്നെയാണോ കമ്മ്യൂണിസ്റ്റുകാരും സയനിസ്റ്റുകളും, അതേപോലെ തന്നെ അവർ മറ്റുള്ളവരും. അവരൊക്കെ അഷ്റഫുൽ ഖൽക്കിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് വളം വെച്ചു കൊടുത്തത് ആരായിരുന്നു? ഉമ്മത്തിന്റെ ഉള്ളകത്തുള്ള അപകടകാരികളല്ലേ. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അഷ്റഫുൽ ഖൽക്കിന്റെ ത്യാഗത്തിന്റെ നാളുകൾ കഴിഞ്ഞു വരികയാണ്. മദീനയിലേക്ക് പോകാൻ തീരുമാനമെടുക്കുകയാണ്. ഹബീബായ മുത്തിനെ പുതിയാപ്പിളയാക്കി ആക്കണം. ആർക്ക്? അല്ലാഹു തആലയുടെ ആഗ്രഹമാണ്. ഹബീബായ മുത്തിന് നല്ല പുതിയാപ്പിള. ഇതുവരെ ഖദീജയാകുന്ന വിധവ, സൗദയാകുന്ന വിധവ, ജോലിയുണ്ട് നിബിതങ്ങൾക്ക്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഭാരമേറിയൊരു ജോലി നിങ്ങളെ ഞാൻ ഏൽപ്പിക്കാൻ പോവുകയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു വ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. ഓ മുഹമ്മദ് നബി, രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് നിങ്ങൾ ഒരു പ്രാക്ടീസ് ചെയ്യണം, ഒരു തർബിയത്ത്, ഒരു ഒരുങ്ങണം, ഒരു ഒരുക്കം വേണം, ഒരു ജാഗ്രത വേണം, ഒന്ന് മാനസികമായിട്ട് തയ്യാറെടുപ്പ് വേണം. നിങ്ങൾക്ക് വലിയൊരു ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ് ഞാൻ. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല,
ഭാരം, സക്കീൽ, ഭാരമേറിയ ഒരു ജോലി നിങ്ങളെ ഞാൻ ഏൽപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് റൂഹിനും കൽബിനും നല്ല ശക്തി കൊടുക്കണം. അതെ, ഉമ്മത്തിന് ദഅവത്ത് ചെയ്യാനുള്ള റിസാലത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതുവരെ നബി മാത്രമാണ്, ഇനി റസൂലാകാൻ പോവുകയാണ്. അങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്വവുമായി അഷ്റഫുൽ ഖൽക്ക് രാവും പകലും ഒരുപോലെ, എന്നും വിഷമം, പ്രയാസം. അല്ലാഹു തആല പറഞ്ഞു സമാധാനിപ്പിക്കും. ഫലാ യഹ്സുക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അവരെന്തെങ്കിലും പറയുന്നു വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് നബിയെ ഇങ്ങനെ ബേജാറാകുന്നത്? അവരെ രഹസ്യം പറച്ചൊക്കെ എനിക്കറിയാലോ, ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രയാസപ്പെടല്ലേ. ലാ യഹ്സുക ഖൗലുഹും, അവരെ വാക്ക് നിങ്ങളെ ദുഃഖത്തിലാക്കരുത്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക, നിങ്ങളെ തടി തന്നെ നഷ്ടപ്പെടുത്തി കളയും തോന്നുമല്ലോ. എന്തൊരു സ്നേഹമാണ് അള്ളാഹ്ക്ക് അഷ്റഫുൽ ഖൽക്കിനോട്. അഷ്റഫുൽ ഖൽക്ക് രാവും പകലും ഒരുപോലെ ഇതും ചിന്തിച്ച് നടക്കുന്ന, ചിലപ്പോൾ ഉറക്കം വരൂല, ആരും അംഗീകരിക്കുന്നില്ല. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം, ഈ കുരുത്തം കെട്ട വർഗത്തിന്റെ തോന്നിവാസം കണ്ടിട്ട് നിങ്ങൾ സ്വന്തം തടിയെ തന്നെ നശിപ്പിക്കും തോന്നുമല്ലോ. ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് യാ സഫ, ഈ പരിശുദ്ധ ഖുർആൻ അവർ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ പറയുന്ന ഈ ദൗത്യം അവർ സ്വീകരിക്കുന്നില്ല. അത് ചിന്തിച്ചിട്ട് നിങ്ങളെ മനസ്സുമാകാൻ മുടിഞ്ഞ് നിങ്ങളെ ശരീരം തന്നെ നിങ്ങൾ നശിപ്പിച്ചളയും തോന്നുമല്ല. വേണ്ട നബിയെ, എന്തൊരു രസമാണ്. നബിയെ എന്തൊരു രസമായിട്ടാ വിളിക്കുന്ന, മോനെ എന്ന് വിളിക്കും പോലെ അല്ലേ. നിങ്ങൾക്ക് ഞാൻ ഖുർആൻ ഇറക്കി തന്നത് മശക്കത്താകാൻ വേണ്ടിയിട്ടല്ല നബിയെ. നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ എന്തിനിങ്ങനെ ബേജാറാകുന്നത്? നിങ്ങൾ ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ തകരുന്നതിനാ. ഭയഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊരു ഉപദേശം മാത്രമാണ് നബിയെ ഇത്. നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ഞാനായിക്കൊള്ളാം. സ്വീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബേജാറാകുന്നത്? ആ രീതി മനസ്സിലാകുന്നുണ്ടല്ലോ. ഹബീബായ മുത്തായ അഷ്റഫുൽ ഖൽക്കിന്റെ റസൂലായി അള്ളാഹ് സ്നേഹിച്ച രീതി, സ്നേഹിക്കുക മാത്രമല്ല, നേരെ ചൊവ്വേ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല അല്ലാഹു തആല അഷ്റഫുൽ ഖൽക്കിനെ. മുഹമ്മദ് എന്ന് മാത്രം വിളിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ റസൂലിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദുൻ റസൂലുള്ളാഹ്. വെറും മുഹമ്മദ് എന്ന് അല്ലാഹു തആല വിളിച്ചിട്ടില്ല അഷ്റഫുൽ ഖൽക്കിനെ. അത്ര ഇഷ്ടമാണ് അഷ്റഫുൽ ഖൽക്കായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു തആലക്ക് വ്യക്തിപരമായ ഇഷ്ടം. ഇത് നിങ്ങളെന്താ ചിന്തിക്കാത്തത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിശ്വസിച്ച ജനങ്ങളെ പറ്റി അല്ലാഹു തആല പേരെടുത്തിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? മൂസ നബിന്റെ ആൾക്കാരെ പറ്റി പേരെടുത്ത് കുറ്റം പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ശത്രുക്കളെയാണ് പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവിടെ എല്ലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ എങ്ങനെയാക്കി അവര്, നിങ്ങൾ ഇങ്ങനെ ചെയ്തു ഇവര്. അതേസമയത്ത് അഷ്റഫുൽ ഖൽക്കായ തങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ പറ നബി, അവരോട് നിങ്ങൾ പോയിട്ട് പറ നബി എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല പറയുകയാണ് എല്ലാവരോടും എന്റെ മുഹമ്മദിനോട് കളിക്കണ്ട എന്ന്. ഖുർആന്റെ ശൈലി മനസ്സിലാക്കണം. മൂസ നബിയോട് അല്ലാഹു തആല നേർക്ക് നേരെ പറയാൻ. മൂസ നബിനെ അവര് ചീത്ത പറഞ്ഞത് ഖുർആൻ അതേപോലെ തന്നെയാണ് എടുത്തുദ്ധരിക്കുന്നത്, അതേപോലെ തന്നെ ഉദ്ധരിക്കുന്നത്. അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി തങ്ങളെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. ഓ മുഹമ്മദ് നബി, മാ അൻത ബിനിഅമത്തി റബ്ബിക ബിമജ്നൂൻ, ബേജാറാവണ്ട കേട്ടോ, നിങ്ങളെ റബ്ബിന്റെ നിഅമത്ത് കൊണ്ട് നിങ്ങൾ ഭ്രാന്തനല്ല, ധൈര്യമായിരുന്നോളണം. ജനങ്ങളോടല്ല പറയുന്ന അല്ലാഹു തആല, അഷ്റഫുൽ ഖൽക്കിനോടാ പറയുന്നത്, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമയോട്. അതെ, ആ പ്രിയപ്പെട്ട അടിമ, ഇനിയും കുറെ പറയാനുണ്ട് ആ വിഷയത്തില്. ആ പ്രിയപ്പെട്ട അടിമയെ ഇനിയൊന്ന് പുതിയാപ്പിളയാക്കണം. അള്ളാന്റെ ഇഷ്ടം ഒരു പുതിയാപ്പിള, പുതുമാരൻ. അതതിനു വേണം, നല്ല ചൊങ്കത്തി പെണ്ണ് വേണം. ഹബീബായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ സെലക്ഷൻ. ഖുറൈശി തറവാട്ടിലെ നല്ല പൂവ് പോലത്തെ ഒരു പെൺകുട്ടി, അള്ളാഹുവിന്റെ സെലക്ഷൻ, അർശിന്റെ സെലക്ഷൻ. അതെ, അഷ്റഫുൽ ഖൽക്ക് തങ്ങളെ പുതിയാപ്പിളയാക്കാൻ തീരുമാനിച്ചത് അള്ളാഹുവാണ്, പെണ്ണ് കണ്ടെത്തിയതും അള്ളാഹുവാണ്, ആ പെൺകുട്ടി എങ്ങനെയായിരിക്കണം തീരുമാനിച്ചതും അള്ളാഹുവാണ്. നല്ല 6-7 വയസ്സ് പ്രായം,
നല്ല ഖുറൈശി തറവാട്ടിലെ ചൊങ്കത്തി, നല്ല മുല്ലപ്പൂ പോലത്തത്, എന്തൊരു മനോഹരമാണ്. അതെ, അബൂബക്കർ സിദ്ദീഖിന്റെ പൊന്നുമോൾ ആയിഷ, ആയിഷാനെ അഷ്റഫുൽ ഖൽഖിന് പുതുമണവാട്ടിയാക്കാൻ അള്ളാഹ് തീരുമാനിച്ചതാണ് കൂട്ടരെ, മുഹമ്മദ് നബി തീരുമാനിച്ചതല്ല. മുഹമ്മദ് നബിക്ക് വയസ്സപ്പോഴേക്കും 53 എത്തി. ആയിഷാനെ അള്ളാഹു സെലക്ട് ചെയ്തതാണ്. ആയിഷ ആരായിരിക്കണം? 24 മണിക്കൂറും മുഹമ്മദോടൊപ്പം കഴിഞ്ഞുകൂടുന്ന കൂട്ടുകാരിയായിരിക്കണം. അത് അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട്. അഷ്റഫുൽ ഖൽഖിന് നിർബന്ധമുണ്ടെങ്കിൽ ഖദീജക്ക് ശേഷം ഒന്ന് അന്വേഷിക്കാമായിരുന്നു ഖുറൈശി തറവാട്ടില്. ഖദീജക്ക് പകരം അന്വേഷിക്കാമായിരുന്നു ഖുറൈശി തറവാട്ടില്. അള്ളാഹുവിന്റെ തീരുമാനമാണ് ഖദീജനെ കെട്ടിയാൽ മതി എന്ന്. ഖദീജ മരിക്കുന്നത് വരെ വേറൊരു പെണ്ണിനെ പറ്റി ചിന്തിച്ചു പോകാൻ പാടില്ല എന്നുള്ളത് അള്ളാഹിന്റെ തീരുമാനമാണ്. ഖദീജ അള്ളാഹുവിന്റെ വഫാത്തായതിനു ശേഷം സൗദാനെ സെലക്ട് ചെയ്തത് അള്ളാഹുവാണ്. മതി, ഒരു വിധവ മതി. ഇപ്പോഴും നിങ്ങൾക്ക് ജോലിയൊക്കെ പൂർത്തിയായിട്ട് വിശ്രമിക്കുന്ന സമയത്ത് വല്ല മൊഞ്ചത്തിന് ഞാൻ തരാം. അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന അപകടകാരികൾ, മൽഊനിങ്ങൾ, ശപിക്കപ്പെട്ടവർ, സയൻസ് റസൂലുള്ളാഹിന്റെ ആൾക്കാർ അല്ലേ? നിങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലേ? നിങ്ങൾക്ക് പ്രസംഗിക്കാനും പൈസ ഉണ്ടാക്കാനല്ല മുഹമ്മദ് റസൂലുള്ളാഹി, സ്നേഹിക്കാനാണ് റസൂലുള്ളാഹി. ഹുബ്ബുല്ലാഹി വ ഹുബ്ബു റസൂലി. ദുആ ചെയ്യ അല്ലാഹുവിനോട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വ ഹുബ്ബ നബിയിക വ ഹുബ്ബ മൻ യുഹിബ്ബുക വ ഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക. ഹുബ്ബ് അല്ലാഹു ഉപയോഗിച്ച വാക്കാണ്. ഇഷ്ക് അത് മുഅ്മിനീങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ വാക്കല്ല, അത് സൂഫികൾ ഉപയോഗിക്കുന്ന വാക്കാണ്. പ്രേമം അള്ളാഹും അള്ളാഹിന്റെ റസൂലുമായിട്ട് ഉപയോഗിക്കേണ്ട വാക്ക് ഇഷ്ക് എന്നല്ല. ജാഹിലിയ കാലത്ത്, ശീഈ കാലഘട്ടത്തിൽ വയൽ പറയുമ്പോഴെല്ലാം ഉപയോഗിക്കുന്ന വാക്കാണ് ഇഷ്ക്. അത് സൂഫികളാണ് പഠിപ്പിച്ചത്. ആശിഖെ റസൂൽ അപകടമായ വാക്കാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്കാണ്. മുഹിബ്ബെ റസൂൽ, അള്ളാഹ് ഉപയോഗിച്ച വാക്ക് അങ്ങനെയാണ്. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. വേറൊരായത്ത്, നിങ്ങൾ അള്ളാഹനെ അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ അള്ളാഹനെ അങ്ങോട്ട് സ്നേഹിക്കുകയും അള്ളാഹ് ഇങ്ങോട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ കൊണ്ടുവരും. ആയത്ത് എന്താണ്? എന്തൊരു മനോഹരമായ വാക്കാണ്. നിങ്ങൾ കൂട്ടാക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ എന്റെ നബി അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇവിടുന്ന് പൊക്കാൻ ഞാൻ ചിലപ്പോൾ ഫാസിസ്റ്റുകളായിരിക്കും കൊണ്ടുവരിക, അല്ലെങ്കിൽ RSS ആയിരിക്കും കൊണ്ടുവരിക, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ, അല്ലെങ്കിൽ ഹിറ്റ്ലറെ, അല്ലെങ്കിൽ മുസോളിനിയെ, എല്ലാരും കൊണ്ട് വന്നിട്ട് നിങ്ങളിടുന്ന് നിലംപരിശാക്കും. എന്നിട്ട് ഞാൻ വേറെ കൗമിനെ കൊണ്ടുവരും. അവരെന്നെ സ്നേഹിക്കും, ഞാൻ അവരെയും സ്നേഹിക്കും. അങ്ങനത്തെ ഒരു സമൂഹത്തെ ഞാൻ ഭൂമിയിൽ കൊണ്ടുവരും. ബാക്കി എല്ലാവരും ഞാൻ കാലിയാക്കും ഇവിടുന്ന്. ആരോട് പറഞ്ഞത്? ഇവിടുത്തെ ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും ഹിന്ദുക്കളോടും പറഞ്ഞതല്ല, ഇവിടുത്തെ മേത്തന്മാരോട് പറഞ്ഞതല്ല. നിങ്ങൾ തയ്യാറില്ലെങ്കിൽ, എന്റെ ഹബീബിനെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഞാൻ പൊക്കും ഈ ഭൂമി. അള്ളാഹ് ഉദ്ദേശിച്ചാൽ നിങ്ങളെ കംപ്ലീറ്റ് എടുത്ത് പോക്കും, എന്നിട്ട് വേറൊരു സമൂഹത്തെ ഞാൻ കൊണ്ടുവരും. അള്ളാഹ് പറഞ്ഞതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 53-ാമത്തെ വയസ്സിൽ നല്ല മൊഞ്ചത്തിയായ ആയിഷത്തു സിദ്ദീഖ, 7 വയസ്സ്, നല്ല പൂവ് പോലത്തെ അബൂബക്കർ സിദ്ദീഖിന്റെ പൊന്നുമോള്, തറവാടിത്തമുള്ള മോള്, ഖുറൈശിക്കാരുത്തി, അന്തസ്സുള്ള ആയിഷ, ഹബീബായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹിനെ പുതിയാപ്ലയാക്കാൻ അള്ളാഹ് തീരുമാനിച്ചു. നിശ്ചയിക്കാൻ ഒക്കുമായിരിക്കെങ്കിലും എന്താ അള്ളാഹ്ക്ക് ചെയ്യാൻ പറ്റൂല? എന്താ മറ്റേ ഒന്നും ആരും ചർച്ചയ്ക്ക് വരാത്തത്? ആയിഷ മാത്രം എന്തേ ചർച്ചയ്ക്ക് വന്നത്? എന്തേ ഖദീജ ചർച്ചയ്ക്ക് വന്നില്ല? എന്തേ സൗദ ചർച്ചയ്ക്ക് വന്നില്ല? നിങ്ങളെ മനസ്സിലിരിപ്പ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറള. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ മോളെ ഞാൻ കെട്ടിച്ചു തരാം എന്ന് അഷ്റഫുൽ ഖൽഖിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഏതു മോള്? എന്റെ പൊന്നുമോൾ ആയിഷ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അതെ നബിയെ, അതെ, ഞാൻ തയ്യാറാണ്. ആയിഷക്ക് സമ്മതമാണോ? ഞാൻ അയക്കാം ഇങ്ങോട്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരു പാത്രത്തിൽ കുറെ പഴവുമായിട്ട് ആയിഷനെ അയക്കുന്നു. 6 വയസ്സുള്ള പെങ്കൊച്ച്, നല്ല മനോഹരമായ പൂവ് പോലത്തെ കൊച്ച്, അബൂബക്കർ സിദ്ദീഖിന്റെ പൊന്നുമോള്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, എനിക്കിഷ്ടായോ? ആ എനിക്കിഷ്ടമാണ്, എന്റെ ബാപ്പ പറഞ്ഞിട്ട് അയച്ചാണ് എന്നെ. അങ്ങനെയല്ലേ കല്യാണം നടക്കുന്നത്? യാദൃച്ഛികമായിട്ട് അങ്ങാടിയിൽ നിന്ന് കണ്ടിട്ട്, ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടിട്ട്, ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടിട്ട് പ്രേമിച്ചിട്ട് കിട്ടിയതാ? അർശിൽ നിന്നാണ് തീരുമാനം, ആകാശത്തിൻ്റെ തീരുമാനം. കാരണം മുഹമ്മദ് അല്ല ഇത്, മുഹമ്മദുൻ റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലായ മുഹമ്മദ്. നിങ്ങൾ വെറും മുഹമ്മദിനെ പഠിച്ചതുകൊണ്ടാണ് ഈ കുഴപ്പം വന്നത്. അള്ളാന്റെ റസൂലായ മുഹമ്മദ് എന്ന് പഠിക്കണം. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്. അവിടെ നിർത്തരുത്. ഉടൻ തന്നെ ഓതണം, നിങ്ങളെ പോലത്തെ അല്ല, യൂഹാ ഇലൈ. നിങ്ങളും ഞാൻ നമ്മുടെ വ്യത്യാസം, എനിക്ക് ആകാശത്ത് നിന്ന് വഹ്യ് വരുന്നുണ്ട്. അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ ആകാശത്ത് നിന്ന് വരുന്ന വഹ്യ് അനുസരിച്ചാണ് ആ മുഹമ്മദ് പ്രവർത്തിക്കുന്നല്ലേ വാക്കിന്റെ അർത്ഥം. എല്ലാവരും കൊല്ലി ഇന്നമാന ബശറും മിസ്ലുക്കും ആടെ നിർത്തും, അതിന്റെ അപ്പുറം ഒതുമില്ല. ഈ സയൻസ് റസൂലുള്ളാഹിയുടെ സ്വഭാവം അതാണ്. അത് ഒരു മനുഷ്യനല്ലേ. നബി തങ്ങൾ അല്ല തന്നെ പറഞ്ഞല്ലേ ഒരു മനുഷ്യനാണെന്ന്. മനുഷ്യൻ എന്ന് മാത്രമല്ല അള്ളാഹ് പറഞ്ഞത്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, പോരാ യൂഹാ ഇലൈ, എനിക്ക് വഹ്യ് വരുന്ന മനുഷ്യനാണ് ഞാൻ. ഇപ്പൊ വ്യത്യാസമില്ലേ? ഇപ്പൊ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ വിഷമമില്ലേ? ഇനി പറ, റസൂലുള്ളാഹി തങ്ങൾ എല്ലാ മനുഷ്യനെയും പോലെയാണോ? അല്ല, മുഹമ്മദ് മനുഷ്യൻ മാത്രമല്ല, വഹ്യ് ഇറങ്ങുന്ന മനുഷ്യനാണ്. തീർന്നു, എല്ലാം ക്ലോസ്. മുഹമ്മദുൻ റസൂലുള്ളാഹ്, അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് റസൂൽ അല്ലാതെ വേറെ ആരുമല്ല. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖിന്റെ നിക്കാഹ് തീരുമാനിച്ചു. അബൂബക്കർ സിദ്ദീഖും റെഡിയായി, ആയിഷയും റെഡിയായി. സവ്വൈതുക ബിന്തി ആയിഷ ഖബിൽതു മിൻക നിക്കാഹ. അൽ ഫാത്തിഹയിൽ കേട്ടോ, ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ ഫി ഖൈർ. പുതിയാപ്പള 53-ാമത്തെ വയസ്സിൽ ചുറുചുറുക്കുള്ള പുതിയാപ്പള. കൂട്ടരെ ആകെ ആ സമയത്ത് നരച്ചിട്ടില്ല, പിന്നെയാണ് നേരെ തുടങ്ങിയത്. മദീനത്തെത്തിയപ്പോഴാണ് നേരെ തുടങ്ങിയത് അല്ലേ? അത് എത്ര നിരയുള്ളത്? 13 നിരയാ, 13 രോമ. എത്ര രോമാണ് നരച്ചിട്ട് പറഞ്ഞ ഹദീസിൽ തുർമുദിയിലുള്ളത്? എണ്ണാൻ പറ്റുന്ന രോമം. ബാക്കി എല്ലാം നല്ല കറുകറുത്തെ മൊഞ്ചൻ, ചൊങ്കൻ, നല്ല ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, കറുത്ത മുടി, വിരിഞ്ഞ മാറ്. എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറ്റിയ മണവാട്ടി ആയിഷ. എന്താ അംഗീകരിക്കാൻ എത്ര ബുദ്ധിമുട്ട്? ഹൃദയത്തിൽ രോഗമുള്ളതുകൊണ്ടാണ് അംഗീകരിക്കാൻ കഴിയാത്തത്. നമുക്ക് രോഗമില്ല. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. അവരെ പറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞത്. എല്ലാ ആയത്തെല്ലാം ഇറങ്ങിയത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ്, ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ടാണ് അല്ല. ഇതിന്റെ ഉള്ളിലുള്ള അപകടകാരികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ആയത്തെല്ലാം ഇറങ്ങിയത്. അപ്പോഴേക്കും ഹിജ്റന്റെ ഓർഡർ വന്നു. അള്ളാന്റെ ഓർഡറാ. ഇപ്പം വീട്ടിൽ കൂടണ്ട, നിക്കാഹ് കഴിച്ചാൽ മതി. നിക്കാഹ് കഴിച്ചിട്ട് വീട്ടിൽ കൂടാണ്ട് നിന്നാ ഭയങ്കര സ്നേഹമായിരിക്കും. അങ്ങനെ ഇപ്പല്ലേ ഫോണല്ലോ, അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, കണ്ടാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിക്കാഹ് ഏതായാലും കഴിച്ചു. പുതിയാപ്പിളെ അഷ്റഫുൽ ഖൽഖായ മുത്തായ പൂവായ റസൂലുള്ളാഹി. അപ്പോഴേക്ക് ഹിജ്റന്റെ ഓർഡർ വന്നു. എല്ലാവരോടും പറഞ്ഞു പോയിക്കോളാൻ മദീനത്തേക്ക്. അങ്ങനെ ഗ്രൂപ്പായിട്ട് മദീനത്തേക്ക് പോക്ക് തുടങ്ങി. അബൂബക്കർ സിദ്ദീഖിന്റെ കുടുംബം ആയിഷ അടക്കം മദീനത്തേക്ക് പോയി. അബൂബക്കർ മാത്രമേ ബാക്കിയുള്ള മോശൻ. അഷ്റഫുൽ ഖൽഖും മദീനയിലേക്ക് ഹിജ്റയ്ക്ക് വേണ്ടി ഒരുങ്ങി. എല്ലാവരും പോയതിന് ശേഷം കൂട്ടുകാരനായിട്ട് അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്. ഒരുപാട് അതേ കൂട്ടരെ ഹിജ്റ എന്തിനു വേണ്ടിയുള്ളതാണ്? എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ബുറാഖ് എന്ന വാഹനത്തെ അല്ലാഹു തആല ഒരുക്കി കൊടുത്തില്ല? മിറാജിന് പോകുന്ന സന്ദർഭത്തിൽ ബുറാഖിനെ ഒരുക്കി കൊടുത്തില്ല അല്ലാഹ്? ഭൂമിയുടെ സെക്കൻഡ് അനുസരിച്ചല്ല, ആനലോകത്തിന്റെ സെക്കൻഡ് അനുസരിച്ചിട്ട് പോയിട്ട് വന്നില്ലേ ബുറാഖ് എന്ന മൃഗത്തിന്റെ പുറത്ത്? എന്തേ ഹിജ്റന്റെ സമയത്ത് അള്ളാന്റെ ഗോഡൌണിൽ ബുറാഖില്ല, വാഹനമില്ലാതെ പോയോ? ബുറാഖിന്റെ കാലഹരണപ്പെട്ടു പോയോ? കമ്പനി അത് ക്യാൻസൽ ആക്കിയോ? ബുറാഖ് വണ്ടി ഇപ്പൊ ഇറങ്ങലില്ലേ? കമ്പനി വേണ്ടാന്ന് വെച്ചോ? കുട്ടനെ ബുറാഖ് ഇപ്പം കിടക്കുകയല്ലേ? എന്തേ അല്ലാഹു തആല ബുറാഖ് കൊടുത്ത് സഹായിച്ചില്ല അഷ്റഫുൽ ഖൽഖിനെ? സെക്കൻഡ് വെച്ചിട്ട് മദീനത്തെത്തുമായിരുന്നില്ലേ? ഇനി ബുറാഖ് വേണ്ട, ജിബ്രീലിന്റെ ചിറകിന്റെ പുറത്തിരുന്നാ പോരെ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് കേറിക്കോ നബി എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് അത്രയേ ഉള്ളൂ. ജിബ്രീലും വെച്ചാൽ
ജിബിരിലിന്റെ ഒരു ചിറക് ആകാശത്തിൽ മുട്ടും, മറ്റേ ചിറക് ഏഴാം ഭൂമിയിൽ മുട്ടും. അങ്ങനത്തെ 600 ചിറകുണ്ട് ജിബിരിലിന്. ഏതെങ്കിലും ഒരു ചിറകിന്റെ മുകളിൽ ഇരുത്തിയാ പോരെ? മുഹമ്മദ് കയറി ഇരിക്കുക, നമുക്ക് പോവാം. സെക്കൻഡ് വെച്ചിട്ട് മദീനത്തെത്തൂലേ? എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും ഒരുക്കി കൊടുത്തില്ല? അബൂജഹൽ അടക്കമുള്ളവർക്ക് മദീനത്തെത്താൻ 10 ദിവസമേ വേണ്ടുള്ളൂ മക്കത്തുനിന്ന്. അഷ്റഫുൽ ഖൽഖ് 14ാമത്തെ ദിവസമല്ലേ മദീനത്തെത്തിയത്? അല്ലേ? അത്രമാത്രം. അതെ, മേറാജ് അഷ്റഫുൽ ഖൽഖിന്റെ ശഖ്സിയായ വിഷയമാണ്, റസൂലുള്ളാഹി തങ്ങളുടെ വ്യക്തിപരമായ വിഷയമാണ്. അത് അള്ളയും റസൂലും തമ്മിലുള്ള വ്യക്തിബന്ധത്തിന്റെ ഹിജ്റ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ദഅവത്തിന്റെ ഹിജ്റയാണ്. അത് സാദാ സ്ഥിതിയാകാൻ പറ്റുള്ളൂ, അത് സാദാ സ്ഥിതിയാകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഉമർ മൗലവി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ കാൽനടയായി, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ കാൽനടയായിട്ട് നടക്കേണ്ടി വന്ന ഒരു കടിഞ്ചായ പോലും കിട്ടാതെ. ഉമർ മൗലവിക്ക് ഒരു കട്ടൻ ചായ കൊടുത്തില്ല നാട്ടുകാർ, വഹാബിയായതിന്റെ പേരിൽ. എന്തുകൊണ്ടാണെന്നറിയോ? ഹിജ്റ ബാക്കിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല മദീനത്ത് എത്തിച്ചു. മദീനയിലെത്തി എല്ലാവർക്കും പനി വന്നു. അഷ്റഫുൽ ഖൽഖിനും പനിച്ചു. ആയിഷ റളിയല്ലാഹു തആല എന്നെ പനിച്ചു എന്ന് മാത്രമല്ല, മുടി അങ്ങനെ തന്നെ കൊഴിഞ്ഞുപോയി, കംപ്ലീറ്റ് മുടി കൊഴിഞ്ഞുപോയി. വിഷപ്പനി. മദീന അങ്ങനെയാണ്. യസ്രിബ്, മദീനയല്ല യസ്രിബ്. ലോകത്തെ ഏറ്റവും വലിയ വിഷപ്പനിയുള്ള നാടാണ് മദീന, യസ്രിബ്. പനി വന്നാൽ മരിക്കലാണ്. അങ്ങനെ മരിച്ചൊടുങ്ങും ജനങ്ങൾ അന്നും കുറേ കാലങ്ങളോളമായിട്ട് മദീനയിലൊക്കെ. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ കച്ചവടക്കാർ പോയും പെരിയും ചെയ്യുന്നല്ലാതെ അവിടെ താമസിക്കാൻ പോവില്ല. അഷ്റഫുൽ ഖൽക്കായ മുത്തായ പൂവായ റസൂലുള്ളാഹി മദീനത്തെത്തിയപ്പോഴാണ്, യസ്രിബിലെത്തിയപ്പോഴാണ് അത് മദീനത്തു നബി ആയത്. ഇന്ന് ഭൂലോകത്ത് വെച്ച് സ്ക്വയർ ഫീറ്റിന് കോടാന $1 വിലയുള്ള ഒരേ ഒരു രാജ്യം മദീനയാണ്. ന്യൂയോർക്ക് കൂടി അത്ര സ്ഥലമില്ല എന്നാണ് സർവേക്കാർ പറഞ്ഞത്. മദീനക്കുള്ള സ്ഥലം, മദീനക്കുള്ള ഒരു സെന്റ് ഭൂമി വാങ്ങാൻ. എന്നാലും ജനം തയ്യാറാണ്. കോടികളുമായി വന്നിട്ട് സ്ക്വയർ ഫീറ്റ് അളന്നിട്ട് ഒരു കൂര വെച്ച് കെട്ടാനുള്ള സ്ഥലം കിട്ടിയാൽ കോടികൾ കൊടുക്കാൻ തയ്യാറാണ്. ഇന്നത്തെ മദീന ശാന്തമായ മദീന, മനോഹരമായ മദീന, പ്രകാശപൂരിതമായ മദീന, തിളങ്ങുന്ന മദീന. അതെ, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബക്കളോട് പറഞ്ഞു, ദജ്ജാൽ ആ കാണുന്ന ഉഹദ് മലയുടെ മുകളിലേക്ക് വരും, അതിനിപ്പുറത്തോനെ പ്രവേശിപ്പിക്കൂല അല്ലാഹ്. അവിടുന്ന് ചോദിക്കും, ഈ വെളുത്ത കൊട്ടാരം ആരതാണ് എന്ന്. അപ്പോൾ മറുപടി പറയും, ഇത് മുഹമ്മദിന്റെ കൊട്ടാരമാണ്. ഓ, എന്നാ ഞാനില്ലാന്ന് പറ്റോ, മടങ്ങിപ്പോകും അല്ലാഹുവിന്റെ റസൂൽ. എപ്പോഴാ പറയുന്നറിയോ? എവിടെ വെച്ചിട്ടാ പറയുന്നത്? ഈത്തപ്പനയുടെ മടല് കൊണ്ടുണ്ടാക്കിയ പന്തലിൽ നിന്നിട്ടാണ് ആ വെളുത്ത കൊട്ടാരത്തെ പറ്റി അഷ്റഫുൽ ഖൽഖ് വളരെ കൃത്യമായി ഇമാമുകൾ അവരുടെ ദലായിലുൻ നുബുവ, ആരതാണ് കിതാബ്? ബൈഹഖിയുടെ ദലായിലുൻ നുബുവ. കൃത്യമായിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ നുബുവത്തിന്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞ കിതാബിൽ അത് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അന്ന് റസൂലുള്ളാഹി പറഞ്ഞത് ഇന്നത്തെ അവസ്ഥയെ പറ്റി. എന്നിട്ടും സയൻസ് റസൂലുള്ളാഹിക്കാർക്ക് താങ്ങാൻ കഴിയുന്നില്ല അല്ലേ? സയൻസ് റസൂലുള്ളാഹിക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലേ അഷ്റഫുൽ ഖൽഖിനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി തങ്ങൾക്ക് വിവരം കൊടുത്തു വീട്ടിൽ കൂടാൻ. പുതുമണമാട്ടിയുണ്ട്, പുതുമണവാളൻ. അബൂബക്കർ സിദ്ദീഖിനോട് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് വിഷമിക്കുന്നു? ആരുമില്ല ഒന്നിച്ച് ഭാര്യയായിട്ട്, എല്ലാവരും പോയി. എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നു? ഞാൻ കൂട്ടിക്കൊണ്ടട്ടെ ആയിഷാനെ, നിക്കാഹ് ചെയ്തതല്ലേ. ഹബീബായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹിന്റെ മറുപടി, അബൂബക്കർ, മഹർ കൊടുക്കാനുള്ള കാശില്ല. റഹ്മത്തുല്ലിൽ ആലമീനായ പ്രവാചകൻ. അല്ലാഹു അക്ബർ. മഹറിന്റെ ദിർഹം ഒപ്പിക്കട്ടെ. മഹർ മിസിൽ 500 ദിർഹമാണ്. ഒറ്റാക്ക് മാത്രമേ ദീനാറ് കൊടുത്തിട്ടുള്ളൂ. അത് റസൂലുള്ളാഹി തങ്ങളെ വകയല്ല. ഒരു ഭാര്യയ്ക്ക് മാത്രമേ ദീനാറ് കൊടുത്തിട്ടുള്ളൂ. അതായിരിക്കാന്നറിയോ? ഉമ്മു ഹബീബാക്ക്. ഉമ്മു ഹബീബാനെ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന ആരാന്നറിയോ? നജ്ജാശി രാജാവാണ്. അത് വലിയ കഥയാണ്. നജ്ജാശി രാജാവിനെ വക്കീലാക്കി റസൂലുള്ളാഹി കബൂലിന് വേണ്ടിയിട്ട്. അങ്ങനെ ഉമ്മു ഹബീബാന്റെ കുടുംബത്തിൽ നിന്ന് ഒരാള് അങ്ങനെ അബുസീനയിൽ വെച്ചാണ് ആ നിക്കാഹ് നടക്കുന്നത്. 400 ദീനാറ് മഹറായിട്ട് കൊടുത്തു നജ്ജാഷിന്റെ വക. നജ്ജാഷിയാ കൊടുത്തത്. ബാക്കി എല്ലാ ഭാര്യമാർക്കും ദിർഹമാണ്, 500 ദിർഹം. മൽ ഫർഖു ബൈനഹുമാ, ദീനാറ് സ്വർണ്ണ നാണയം,
ദിർഹം വെള്ളിതാണ്. ആ വയസ്സിക്കുള്ള സന്തോഷം കൊണ്ട് കൊടുത്ത. വേറെ ഒരുപാട് കഥകളുണ്ട്. ആ വയസ്സിക്ക് ഒരടിമസ്ത്രീയുണ്ട്. വയസ്സിയ അടിമസ്ത്രീനെയാണ് അയക്കുന്നത് ഉമ്മു ഹബീബയുടെ അടുക്കിലേക്ക് ഭർത്താവ് മരിച്ചപ്പോ. ഇങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു പ്രപ്പോസൽ പറഞ്ഞിട്ടുണ്ട്, ഉമ്മു ഹബീബ തയ്യാറാണോ? അടിമസ്ത്രീ ഉമ്മു ഹബീബയുടെ അടുത്ത് വസ്തുവും ബാക്കിയായിട്ട് വന്നപ്പോ ഉമ്മു ഹബീബക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സന്തോഷം. ഞാൻ എന്നേ തയ്യാറാണെന്ന് പറഞ്ഞ് കയ്യിലുള്ള പൊന്നു മുഴുവനും കഴിച്ചിട്ട് ആ അടിമസ്ത്രീക്ക് കൊടുത്തു. ഒരു ഗുഡ് ന്യൂസും കൊണ്ടുവന്ന നമുക്ക് സമ്മാനം കൊടുക്കുന്നില്ല. ഉമ്മു ഹബീബക്ക് ഒന്നും ഓർമ്മയില്ല. പിന്നെ കംപ്ലീറ്റ് ആഭരണം കഴിച്ചിട്ട് കൊടുത്തു. വയസ്സോട് പോയിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം എന്ന്. അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളുടെ പ്രതിനിധിയായിട്ട് നജാശി രാജാവ് ഉമ്മു ഹബീബാന്റെ പ്രതിനിധിയായിട്ട് കുടുംബത്തിൽ നിന്ന് ഒരാള് അബസീനിയയിൽ വെച്ച് നടക്കുന്ന വിവാഹം. ബാക്കി എല്ലാവർക്കും ദിർഹമാണ് കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷക്ക് കൊടുക്കാൻ ദിർഹമില്ല. യാ റസൂലല്ലാഹ്, ഞാൻ കടമായിട്ട് തരാം, എനിക്ക് പിന്നെ തന്നാ മതി. എന്ന് വെച്ചാല് പെണ്ണുങ്ങളെ പൈസ വാങ്ങിയിട്ട് ബിരിയാണി വെക്കണ്ട. അങ്ങനെ 500 ദിർഹം കടം വാങ്ങി അബൂ സിദ്ദീഖിനോട്. എന്നിട്ട് ആയിഷക്ക് മഹർ കൊടുത്തയച്ചു. അമ്മോസനോട് കടം വാങ്ങിയിട്ട് ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് അല്ലാഹു തആല. പെണ്ണുങ്ങളെ പൈസ വാങ്ങിയിട്ട് തൊലക്കാൻ നിൽക്കണ്ട. മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാം, അതിന്റെ ആദർശമായ കാര്യങ്ങൾ ഒരിക്കലും അതിന് ശൈശവതയോ വാർദ്ധക്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല. ഏതാണ്ട് 10,000-15,000 കൊല്ലമായി ദീനുൽ ഇസ്ലാം യുവത്വത്തോടുകൂടി നിലനിൽക്കുകയാണ്. ആ യുവത്വം ഇന്നും നിലനിൽക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അസ്ഹാബു റസൂലില്ലാഹ്. ഈ 3 മുദ്രാവാക്യവുമായിട്ട് അതാണ് നമ്മുടെ മുദ്രാവാക്യം. 1 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 2 മുഹമ്മദുർ റസൂലുള്ളാഹ്, 3 അസ്ഹാബു റസൂലില്ലാഹ്. ആ 3 ഒതുങ്ങിക്കൊണ്ടുപോകണം നമുക്ക് മുന്നോട്ട് പോകാൻ. അതെ, അവിടെയാണ് ഹിദായത്ത് ലൈവായിട്ട് നിൽക്കണമെന്ന് നാം പറയുന്നത്. ഹിദായത്ത് ലൈവായിട്ട് നിൽക്കണം. ഹിദായത്ത് അള്ളാന്റെ വക ഓശാരമായിട്ട് കിട്ടിയതാണ്. അത് തരുന്നതിന് നാം ഒന്നും അധ്വാനിച്ചിട്ടില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നും അല്ലാഹു തആല ആവശ്യപ്പെട്ടിട്ടുമില്ല. നമ്മളെ എന്തിനാണ് അള്ളാഹ് തെരഞ്ഞെടുത്തത് നമുക്കറിയില്ല. ഖത്താബിന്റെ മകൻ ഉമറിനെ തെരഞ്ഞെടുത്തത് എന്തിനാണ് അറിയില്ല. അബൂജഹലിനെ തെരഞ്ഞെടുക്കാതെ അംർ ബിൻ ഹിശാമിനെ തെരഞ്ഞെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അറിയില്ല. അതേസമയത്ത് റസൂലുള്ളാഹി ദുആ ചെയ്തു, അല്ലാഹുമ്മ ഖവ്വിൽ ഇസ്ലാമ ബിഅഹദിൽ ഉമറൈൻ. ഒന്നിക്കൽ അംർ ബിൻ ഹിശാമിനെ എനിക്ക് താ, അല്ലെങ്കിൽ ഉമർ ബിൻ ഖത്താബിനെ എനിക്ക് താ. ഈ ദീനുൽ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തിത്ത ഈ രണ്ടാലൊരു ഉമറിനെ കൊണ്ട്. അള്ളാഹുവിന്റെ ദർബാറിൽ അഷ്റഫുൽ ഖൽക്കിന്റെ ദുആക്ക് ഖത്താബിന്റെ മകൻ ഉമറിനെയാണ് തെരഞ്ഞെടുത്തത്. എന്താ കാര്യം? അംർ ബിൻ ഹിശാം അഥവാ അബൂജഹൽ അയാളെ തെരഞ്ഞെടുത്തില്ല. എന്താ കാര്യം? ഹിദായത്ത് കൊടുക്കുന്ന കാര്യത്തിൽ അല്ലാഹു തആല യോഗ്യത വെളിപ്പെടുത്താറില്ല. നാളെ ആഖിറത്തിലെത്തിയാൽ അറിയാം. ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ശീഇയ്യത്തിൽ നിന്ന് സലഫിയ്യത്തിന്റെ രാജപാതയിലേക്ക് ഹിദായത്ത് തന്നത് അള്ളാഹുവിനറിയാം. അതിന്റെ സബബ് എന്താണെന്ന്, കാരണം എന്താണെന്ന്. നമ്മൾ കാരണങ്ങൾ അന്വേഷിക്കാൻ നടക്കണ്ട. അള്ളാന്റെ സെലക്ഷൻ, ശീഇയ്യത്തിൽ നിന്ന് സലഫിയ്യത്തിലേക്കുള്ള സെലക്ഷൻ, അള്ളാന്റെ സെലക്ഷൻ. അതെ, ദാറുൻ നദുവയിൽ നിന്ന് ദാറുൽ അർക്കമിലേക്കുള്ള യാത്ര. ദാറുൻ നദുവ സുന്നി സെന്റർ, ദാറുൽ അർക്കം സലഫി സെന്റർ. എന്താ ബേജാറാകുന്ന പേര്? അർത്ഥം കേൾക്കുമ്പോ ചരിത്രം പഠിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവുമല്ലോ. അതിനാണ് ഞാൻ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സലഫി സെന്ററും സുന്നി സെന്ററും വേർതിരിച്ചറിയാൻ. അതെ, നമുക്ക് ഷിയാക്കളാകുന്ന സാധാരണക്കാരോട്, ജാറത്തിന്റെ ആൾക്കാരോട്, ഇലാഹദ്റത്തിന്റെ ആൾക്കാരോട്, നേർച്ചന്റെയും ലത്തീബിന്റെയും മൗലൂദിന്റെ ആൾക്കാരോട്, ആ സാധാരണക്കാരോട് അള്ളാനെ പേടിച്ചിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം.
അള്ളാഹുവിനെ പേടിച്ചിട്ട്, അള്ളാഹ് വെറുത്തേക്കോന്ന് പേടിച്ചിട്ട്. അങ്ങനെയാണ് നിങ്ങളെ മൊല്ലമാരികളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മൊല്ലമാര് ഹംസാനെയും ഉമറിനെയും പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹിനെ പേടിച്ചിട്ടാണ് അവർ വരാൻ താമസം നേരിട്ടത്. പക്ഷെ നിങ്ങൾ ഒരു ദിവസം സലഫിയത്തിലേക്ക് വന്നിരിക്കും, അത് അള്ളാഹിന്റെ സെലക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ടും മാനസികമായിട്ടും ഒരുങ്ങി നിന്നോളിൻ. ഇതാണ് ഉമ്മത്തോടുള്ള നമ്മുടെ ദഅവത്ത്. ഇതാണ് ഉമ്മത്തോടുള്ള നമ്മുടെ ദഅവത്ത്. ഒരു ദിവസം അള്ളാന്റെ തീരുമാനം വരും. വന്നാൽ പിന്നെ ജോലി തുടങ്ങി. എന്താണ് ജോലി? മരിക്കുന്നത് വരെ ലൈവായിട്ട് നിൽക്കണം. ഹിദായത്ത് ഏത് സമയത്തും സസ്പെൻഡ് ആവാം, ഹിദായത്ത് ഏത് സമയത്തും ഡിസ്മിസ് ആവാം, ഹിദായത്ത് ഏത് സമയത്തും ഡാമേജ് വന്ന് ഉപയോഗശൂന്യമാവാം. മരിക്കാൻ നേരത്തെ ഒന്നിനും കൊള്ളാത്ത ഹിദായത്തുമായി നീ മരിച്ചാൽ നീ ലലാലത്തിലാണ്, കാലാകാലം പരാജയത്തിലാണ്. നല്ല ലലാലം മുബീന. ആ ഹിദായത്തിനെ ലൈവായി നിർത്തണം. അതിനാണ് നാം നിങ്ങളോട് പറയുന്നത്. ആ ഹിദായത്തിൽ ലൈവാക്കി നിർത്താനുള്ള ഒന്നാമത്തെ മരുന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ മരുന്ന് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മൂന്നാമത്തെ മരുന്ന് അസ്ഹാബു റസൂലില്ലാഹ്. അല്ലാഹു തആല ഒരുപാട് അറിവുകൾ വർദ്ധിപ്പിച്ചു തരട്ടെ. പ്രകാശിക്കുന്ന ഹിദായത്ത് അല്ലാഹു നസീബാക്കി തരട്ടെ. പ്രകാശിക്കുന്ന ഈമാൻ അല്ലാഹു നസീബാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്താക്കി തരികയും ചെയ്യട്ടെ. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അവന് ഇഷ്ടപ്പെട്ട ഒരു ന്യൂനപക്ഷമുണ്ട്, ഒരു ചെറിയ ന്യൂനപക്ഷം, അള്ളാഹുവിന് ചുറ്റും കഴിഞ്ഞുകൂടുന്ന ഒരു ന്യൂനപക്ഷം, അഹ്ലുല്ലാ, അള്ളാന്റെ ആൾക്കാർ, വളരെ ചെറിയൊരു ന്യൂനപക്ഷം. ആ ന്യൂനപക്ഷത്തോടൊപ്പം ചേരാൻ എന്താണോ വേണ്ടത്, മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു ആ രാജപാത നമുക്ക് തുറന്നു തരികയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.